ഓക്കെ. സോ ഫോറക്സിലുള്ള MCQ ആണ് കവർ ചെയ്യുന്നത് കേട്ടോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സോ ഇതിൻ്റെ PDF ഞാൻ അയച്ചു തന്നിട്ടുണ്ടാകും. സോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. സോ ദ സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ് ഈസ് 1 rupee equal to $0.01182 and 6-month forward rate is 0.01190. The normal rate in India in 6 months is 6% per annum. What would be the normal rate of 6 months? US-ന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. സോ അപ്പോൾ നമുക്ക് ഇത് ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി തിയറി എന്ന് പറഞ്ഞിട്ടൊരു തിയറി ഉണ്ട് അല്ലേ. സോ ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി തിയറി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി തിയറി വെച്ചിട്ടാണ് നമ്മൾ ഫുള്ള് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി തിയറി ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാനുണ്ടാകും. സോ ഫോർവേഡ് റേറ്റ് ഈക്വൽ ടു സ്പോട്ട് റേറ്റ് ഇൻറ്റു, സോ ഇത് ഇൻഡയറക്റ്റ് കോട്ടാണ് അല്ലേ. 1 rupee ഈക്വൽ ടു ഡോളർ എത്രയെന്നുള്ളതല്ലേ തന്നിട്ടുള്ളത്. സോ അപ്പോൾ 1 + ഫോറിൻ കറൻസി ഇൻട്രസ്റ്റ് റേറ്റ് ഡിവൈഡഡ് ബൈ 1 + ഹോം കറൻസി ഇൻട്രസ്റ്റ് റേറ്റ്. So forward rate equal to 0.01190 equal to spot rate 0.01182 into 1 + foreign currency US-ൻ്റെ നമുക്ക് അറിയില്ല. സോ 1 + ഫോറിൻ കറൻസി ഇൻട്രസ്റ്റ് റേറ്റിനെ എക്സ് ആക്കി എടുക്കുന്നു കേട്ടോ. സോ എക്സ് ഇൻറ്റു 6/12, 6 മാസത്തിൻ്റെ ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ നമ്മൾ എടുക്കുക, ഡിവൈഡഡ് ബൈ 1 + ഹോം കറൻസി ഇൻട്രസ്റ്റ് റേറ്റ് 6% ആണ്. സോ 0.06 ഇൻറ്റു 6/12. ഓക്കെ. സോ ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് കിട്ടും. എക്സ് ആയിരിക്കും എന്ത്, നമ്മളുടെ US-ലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കേട്ടോ. സോ അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. സോ ഇതിനങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്താൽ മതി. ഒന്ന് ഒപ്പം ചെയ്യുക കേട്ടോ, എത്ര വരും എന്നുള്ളത്. So 1.00768 equal to 1 + 0.5x divided by 1 + 0.03. സോ നമുക്ക് എക്സ് ഈക്വൽ ടു 7.4 കിട്ടും അല്ലേ. 7.4 ആണ് ആൻസർ കേട്ടോ. സോ ഇതിനെങ്ങോട്ടേക്ക് ഇൻഡ് ചെയ്യാം കേട്ടോ. ചെയ്യാനറിയില്ലേ? സോ 1.00678 ഇൻറ്റു 1.03, 1.0369 equal to 1 + 0.5x. 0.0369 divided by 0.5 equal to x. So 7.4 കിട്ടും. എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ, 7.4. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. സോ ക്വസ്റ്റ്യൻ നമ്പർ 3. സോ അധികം ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി തിയറി ആ ഒരു ഇക്വേഷൻ എന്തായാലും പഠിച്ചേക്കണം കേട്ടോ. എക്സാമിന് അധിക
എക്സാമിനും കമ്പാരിറ്റീവ്ലി വരുന്ന MCQ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി തിയറിയോ അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ റേറ്റ് പാരിറ്റി, പിന്നെ പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറിയോ, ഇതിൽ ഏതെങ്കിലും ഒന്നാകാരം അധികം എക്സാമിന് വരാറുള്ളത്. MCQ ആയിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, സോ the 90 days interest rate is 1.85 in USA and 1.35 in UK. The current spot rate is 1.6. What is the 90 days forward rate എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ അപ്പോൾ ഫോർവേഡ് റേറ്റ് ഈക്വൽ ടു സ്പോട്ട് റേറ്റ് 1.6 ഇൻറ്റു, സോ ഇവിടെ പൗണ്ട് ആണ് നമ്മളുടെ ഫോറിൻ കറൻസി, ഡോളർ ആണ് ഹോം കറൻസി അല്ലേ. സോ ഇൻറ്റു 1 പ്ലസ് ഹോം കറൻസി ഇൻട്രസ്റ്റ് റേറ്റ്. ഹോം കറൻസി ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഡോളർ. സോ ഡോളറിൽ 1.85 ആണ്. സോ അപ്പോൾ ഞാനിവിടെ 0.0185 എടുക്കുന്നു, ഡിവൈഡഡ് ബൈ 1 പ്ലസ് 0.0135 എടുക്കുന്നു. So 1.60789. സോ ഇതാണ് ആൻസർ കേട്ടോ. സി ആണ് ആൻസർ. ഡൗട്ട് ഉണ്ട് വെച്ചെങ്കിൽ ചോദിക്കാട്ടോ. കിട്ടിയില്ലേ? സാർ എങ്ങനെ? ക്വസ്റ്റ്യൻ നമ്പർ 2, ഓ സോറി, ക്വസ്റ്റ്യൻ നമ്പർ 2 ചെയ്തിട്ടില്ല അല്ലേ? ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 2 ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 3 മനസ്സിലായോ? ക്വസ്റ്റ്യൻ നമ്പർ 2 എന്ന് വിചാരിച്ചു എന്നുള്ളതാണ്. ഇതെന്താ 1.005 അല്ലേ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് ഞാനിപ്പോൾ ചെയ്തത് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 1 ക്വസ്റ്റ്യൻ നമ്പർ 1 എന്താ പ്രശ്നം? ക്വസ്റ്റ്യൻ നമ്പർ 1 എന്താണ് പ്രോബ്ലം എന്നൊന്ന് എനിക്കൊന്ന് വോയിസ് ആയിട്ട് പറയാം, എനിക്ക് മനസ്സിലാവുന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 1 1.005 അല്ലേ വരാന്നോ? ഹലോ, ഏതില്? ക്വസ്റ്റ്യൻ നമ്പർ 1 അതിൽ എക്സ് ഇൻറ്റു 6/12 ഡിവൈഡ് ബൈ 100 ചെയ്യണ്ടേ? 6/12 എടുക്കണ്ടേ? ഡിവൈഡ് ബൈ 100. ഡിവൈഡ് ബൈ 100 ചെയ്യണ്ടേ? എന്നിട്ടല്ലേ പ്ലസ് 1, അപ്പൊ 1.005 അല്ലേ വരാ? അതാ ഈ 1 പ്ലസ് 0.5x ഇല്ലേ, അത് 1 പ്ലസ് 0.5x ഉണ്ട്. 0.05 അല്ലേന്നോ? 1.005 അല്ലേ വരാ? അതെങ്ങനെ? 6/12 എത്രയാണ് വരുന്നത്? 0.5. അതേ ഡിവൈഡ് ബൈ 100 അടിക്കൂല? ഇല്ല. എന്തിനാ 100 അടിക്കേണ്ട ആവശ്യം എന്താ? ആൾറെഡി ആ പെർസെന്റേജ് അല്ലേ നമുക്ക് കിട്ടുന്നേ. ഇവിടെ 0.0369 ഡിവൈഡഡ് ബൈ 0.5 എന്ന് അടിക്കുമ്പോൾ എനിക്ക് 0.07, ഇതിന്റെ ആൻസർ ഇങ്ങനെ ആയിരിക്കും വരിക. അതായത് എച്ച് ഈക്വൽ ടു 0.0738 ആയിരിക്കും ആൻസർ വരിക. ഇതിനെ നമ്മൾ ഇവിടെ ലാസ്റ്റ് 100 ആക്കും, അപ്പോഴാണ് 7.4% വരുന്നത്. മനസ്സിലായില്ലേ? അവിടെ 100 ഡയറക്റ്റ് 7.4 ആൻസർ കിട്ടും, അല്ലെങ്കിൽ ലാസ്റ്റ് ഇൻറ്റു 100 ആക്കിയാൽ മതി പെർസെൻറ്റേജിലോട്ട് ആക്കണമെങ്കിൽ. മനസ്സിലായോ? ഹലോ, മനസ്സിലായോ? ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2 ഒന്ന് നോക്കട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 2 പറഞ്ഞിട്ടില്ല.
So the spot and 6-month forward rate of pound in relation to rupee. So ഇവിടെ 1 pound equal to rupees equal to 77.9542 ബിഡും ആസ്കും തന്നിട്ടുണ്ട്. സോ ഇവിടെ സ്പോട്ട് റേറ്റ് ആണ് ഇത് കേട്ടോ. സോ ഇത് സ്പോട്ട് റേറ്റ് ആണ്. സോ ഇത് ഫോർവേഡ് റേറ്റും ആണ്. ഓക്കെ, സോ വാട്ട് വിൽ ബി ദ ആനുവലൈസ്ഡ് ഫോർവേഡ് മാർജിൻ പ്രീമിയം വിത്ത് റെസ്പെക്ട് ടു ആസ്ക് പ്രൈസ്. സോ അപ്പൊ എങ്ങനെ ആനുവലൈസ്ഡ് പ്രീമിയം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ആനുവലൈസ്ഡ് പ്രീമിയം ഈക്വൽ ടു ഫോർവേഡ് റേറ്റ് മൈനസ് സ്പോട്ട് റേറ്റ് ഡിവൈഡഡ് ബൈ സ്പോട്ട് റേറ്റ് ആണ് കേട്ടോ. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു ആസ്ക് റേറ്റ് എന്ന് പറയുമ്പോൾ സോ ഇവിടെ ഫോർവേഡ് റേറ്റ് എന്ന് പറയുന്നത് ആസ്ക് റേറ്റിൽ 78.9650 ആണ്, മൈനസ് സ്പോട്ട് റേറ്റ് എന്ന് പറയുന്നത് 78.1255 ആണ്, ഡിവൈഡഡ് ബൈ സ്പോട്ട് റേറ്റ് 78.1255 ആണ്. സോ ഇത് എത്രയാണ്? 6 മന്തിന്റെ അല്ലേ? സോ അപ്പോൾ ഇത് 6 മാസത്തിന്റെ ആണെന്ന് വെച്ചെങ്കിൽ 12 മാസത്തിലോട്ട് ആക്കി കഴിഞ്ഞാൽ ആനുവലൈസ്ഡ് ആവും കേട്ടോ. ഇൻറ്റു 100 അടിക്കണേ. പെർസെൻറ്റേജ് ഇട്ടുമ്പോൾ 2.15 ആയിരിക്കും ആൻസർ വരിക. 2.15 ആയിരിക്കും ആൻസർ വരിക ആനുവലൈസ്ഡ് പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിത്ത് റെസ്പെക്ട് ടു ആസ്ക് പ്രൈസ് കേട്ടോ. ആസ്ക് റേറ്റ് വെച്ചിട്ട് ചെയ്യുമ്പോൾ. ഓക്കെ അല്ലേ? മനസ്സിലായില്ലടാ? ഓക്കെ, സോ നെക്സ്റ്റ് നിഹാസൊക്കെ ഉണ്ടോ ക്ലാസ്സിൽ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4 കേട്ടോ. സോ BUA ഈസ് എ ഫോറക്സ് ഡീലർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള ഒരു ഫോറക്സ് ഡീലർ ആണ് എന്ത് BUA എന്ന് പറയുന്നത്. സോ ദ റേറ്റ് ഓഫ് റുപ്പി ആൻഡ് യൂറോ ഇൻ ദ ഇന്റർനാഷണൽ മാർക്കറ്റ് ഈസ് $0.012468 ആണ്. സോ അതേപോലെ തന്നെ $1.092694 ആണ്. സോ അപ്പോൾ നമുക്ക് റേറ്റ് ഓഫ് റുപ്പി ആൻഡ് യൂറോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റുപ്പീന്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 rupees ഈക്വൽ ടു $0.012468 സോ അതേപോലെ 1 euro ഈക്വൽ ടു $1.092694 ആണ് ഇതിലുള്ളത്. വാട്ട് വിൽ ബി ഹിസ് ഡയറക്റ്റ് കോട്ട് യൂറോ ടു ഹിസ് കസ്റ്റമർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ യൂറോ ടു ഹിസ് കസ്റ്റമർ എന്ന് പറയുമ്പോൾ റുപ്പീസ് ബാർ യൂറോ എത്ര എന്നുള്ളതാണ് ചോദ്യം. അതായത് നമ്മൾ ഇന്ത്യയിലുള്ള ആളാണ്, നമുക്ക് യൂറോയിലോട്ട് എന്ത് ചെയ്യണം? കോട്ട് ചെയ്യണം, യൂറോന്റെ റേറ്റ് കോട്ട് ചെയ്യണം. അപ്പോൾ എന്താ പറയാ, എത്രയാണ് ഒരു യൂറോക്ക് എത്രയാണ് വരിക എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ ഡയറക്റ്റ് എന്താ പറയാ റുപ്പീസ് ബാർ യൂറോ എത്ര എന്നുള്ളത് തന്നിട്ടില്ല, മറിച്ച് നമുക്ക് റുപ്പീസ് ബാർ ഡോളറും അതേപോലെ തന്നെ ഡോളർ ബാർ യൂറോ ആണ് നമുക്ക് ക്രോസ് റേറ്റ് വെച്ചിട്ട് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ എങ്ങനെയാണ് ക്രോസ് റേറ്റ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത്. അതായത് നമ്മളുടെ ഇന്റർമീഡിയറ്റ് കറൻസീസ് ആയിട്ടുള്ള, ഇവിടെ ഇന്റർമീഡിയറ്റ് കറൻസി എന്ന് പറയുന്നത് ഡോളർ ആണ്. അപ്പൊ ഈ ഡോളർ ക്യാൻസൽ ചെയ്യുന്ന രൂപത്തിൽ അങ്ങോട്ട് അറേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, ഡോളർ ക്യാൻസൽ ചെയ്യുന്ന രൂപത്തിൽ അങ്ങോട്ട് അറേഞ്ച് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ആൻസർ നോക്കാം. സോ $1 ഈക്വൽ ടു റുപ്പീസ് അല്ലല്ലോ ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ $1 ഈക്വൽ ടു റുപ്പീസ് എന്നുള്ളതാണ് നോക്കുന്നത്. പക്ഷെ ഇവിടെ 1 rupees ഈക്വൽ ടു ഡോളർ ആണ്. അപ്പൊ നേരെ നമ്മൾ ഇൻവേഴ്സ് ചെയ്യേണ്ടി വരും. ഇൻവേഴ്സ് ചെയ്യുമ്പോൾ 0.01246888 കിട്ടും. ഇൻറ്റു 1 euro ഈക്വൽ ടു ഡോളർ, ഇവിടെയും 1 euro ഈക്വൽ ടു ഡോളർ തന്നെയാണ്, 1.092694 ആണ് കേട്ടോ. ഓക്കെ, സോ എത്ര വരും നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ചോദിക്കണം. ഈ 1 ഡിവൈഡ് ബൈ എന്തിനാ ചെയ്യണമെന്നാണോ? ഇവിടെ ഞാൻ ഇക്വേഷൻ എഴുതിയപ്പോ $1 ഈക്വൽ ടു റുപ്പീസ് എന്നല്ലേ ഉള്ളത്. അതായത് റുപ്പീസ് ബാർ ഡോളർ എന്ന് വെച്ചാൽ റുപ്പീസ് പെർ ഡോളർ എന്നാണ്. അതായത് $1 ഈക്വൽ ടു റുപ്പീസ് എന്നാണ്. പക്ഷെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഡോളർ ബാർ റുപ്പി ഡോളർ ബാർ റുപ്പി തന്നിട്ടുള്ളത് നേരെ തിരിച്ചാണ് തന്നിരിക്കുന്നത്. കണ്ടോ, ഞാൻ എഴുതി വെച്ചത് കണ്ടോ?
ഇത് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഡോളർ ബാർ റുപ്പീസ് ആണ് വന്നിട്ടുള്ളത്. നമ്മൾ എടുക്കുന്നത് റുപ്പീസ് ബാർ ഡോളർ ആണ്, അതുകൊണ്ട് ഇൻവേഴ്സ് ചെയ്യണം കേട്ടോ. 0.92694. So 87.6343. 87.63 സി ആണ് ആൻസർ കേട്ടോ. ഡൗട്ട് ഉണ്ട് വെച്ചെങ്കിൽ ചോദിക്കാം. ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുമെന്നോ? മനസ്സിലായില്ലേ? ക്രോസ് റേറ്റ് അറിയോ? ക്രോസ് റേറ്റ് നിങ്ങൾക്ക് അറിയില്ലേ? ക്രോസ് റേറ്റ് അറിയണം കേട്ടോ. ക്രോസ് റേറ്റും ഫോറക്സിൽ MCQ ആയിട്ട് വരാറുണ്ട്. ക്രോസ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇന്ത്യയിലുള്ള ഒരാളാണ്, നമുക്ക് യൂറോയിലുള്ള ഒരു റേറ്റ് എന്ത് ചെയ്യണം? കോട്ട് ചെയ്യണം. നമ്മൾ ഇന്ത്യയിലുള്ള ഒരാളാണ്, നമുക്ക് യൂറോയിലുള്ള ഒരു എക്സ്ചേഞ്ച് റേറ്റ് കോട്ട് ചെയ്യണം. അപ്പോൾ ദാറ്റ് മീൻസ് നമുക്ക് നമ്മളുടെ ഹോം കറൻസി എന്ന് പറയുന്നത് റുപ്പീസ് ആണ്. 1 euro ഈക്വൽ ടു റുപ്പീസ് എത്ര എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. മനസ്സിലായോ? ഇവിടെ ആൻസർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതൊക്കെ റുപ്പീസിലല്ലേ. അപ്പൊ നമുക്ക് 1 euro ഈക്വൽ ടു റുപ്പീസ് എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. അതാണ് നമ്മൾ റുപ്പീസ് ബാർ യൂറോ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ റുപ്പീസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മളുടെ ഇന്റർമീഡിയറ്റ് കറൻസീസ് ക്യാൻസൽ ചെയ്യുന്ന രൂപത്തിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇക്വേഷൻ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റുപ്പീസ് കൊടുത്തിട്ട് ഡോളർ വാങ്ങണം, ആ ഡോളർ കൊടുത്തിട്ട് വേണം യൂറോ ബൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മൾ ഈ ഒരു ഇക്വേഷനിലൂടെ നമ്മൾ ഇതാക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇവിടെ റുപ്പീസ് ബാർ ഡോളർ തരുന്നതിന് പകരം ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഡോളർ ബാർ റുപ്പീസ് ആണ്. അപ്പൊ നമ്മൾ അത് ഇൻവേഴ്സ് ചെയ്തു. പിന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് നമുക്ക് വേണ്ടത് ഡോളർ ബാർ യൂറോ ആണ്. ഇവിടെയും ഡോളർ ബാർ യൂറോ തന്നെയാണ് ഡയറക്റ്റ് തന്നുകൊണ്ട് ഡയറക്റ്റ് നമ്മൾ ഇൻഡ് ചെയ്തു. ഓക്കെ, സോ 87.63 കിട്ടി. സോ ഇതാണ് കൺസെപ്റ്റ് കേട്ടോ. മനസ്സിലായോ? മിന്ന ഓക്കെ. So next question number 5. MS Limited is planning to invest in USA. Annual rate of inflation rate is 8%. Annual rate ആണ് കേട്ടോ 8% and 3% in USA. If spot rate is currently 75.5, what spot rate can company expect after 3 years എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ 3 വർഷം കഴിഞ്ഞിട്ട് ഉള്ള എക്സ്പെക്റ്റഡ് റേറ്റ്. അപ്പൊ 3 മാസം കഴിഞ്ഞിട്ടുള്ള എക്സ്പെക്റ്റഡ് റേറ്റ് എന്ന് പറയുമ്പോൾ ഫോർവേഡ് റേറ്റ് എത്ര എന്നുള്ളതാണല്ലോ ചോദ്യം അല്ലേ. സോ സ്പോട്ട് റേറ്റ് കമ്പനി എക്സ്പെക്ട് ആഫ്റ്റർ 3 മന്ത്, 3 മാസം കഴിഞ്ഞിട്ടുള്ള സ്പോട്ട് റേറ്റ് എന്ന് പറയുമ്പോൾ സോ നമ്മളുടെ ഒരു ഇതിലുണ്ട് ആക്ച്വൽ ഫോർവേഡ് റേറ്റ് എന്ന് പറയുന്നതും തിയററ്റിക്കൽ ഫോർവേഡ് റേറ്റ് എന്ന് പറയുന്നതും അതേപോലെ തന്നെ ഫ്യൂച്ചർ സ്പോട്ട് റേറ്റ് എന്ന് പറയുന്നതും സെയിം ആണ് കേട്ടോ. ഫ്യൂച്ചർ സ്പോട്ട് റേറ്റ് എന്ന് പറയുന്നതും സെയിം ആണ്. ഓക്കെ, ആക്ച്വൽ ഫോർവേഡ് റേറ്റും തിയററ്റിക്കൽ ഫോർവേഡ് റേറ്റും നമ്മളെ ഫ്യൂച്ചർ സ്പോട്ട് റേറ്റ്, ഇവിടെ 3 മാസം കഴിഞ്ഞിട്ടുള്ള ഫ്യൂച്ചർ സ്പോട്ട് റേറ്റ് അല്ലേ കാണേണ്ടത്. സോ അതും സെയിം ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഫോർവേഡ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. സോ ഇവിടെ പർച്ചേസ് പവർ പാരിറ്റി തിയറി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ പർച്ചേസ് പവർ പാരിറ്റി തിയറി വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സ്പോട്ട് റേറ്റ് 75.5 ഇൻറ്റു 1 പ്ലസ് ഹോം കറൻസി ഇൻട്രസ്റ്റ് റേറ്റ്. ഹോം കറൻസി എന്ന് പറയുന്നത് നമ്മളെ ഇന്ത്യ രാജ്യത്തുള്ളതാണ്. സോ 8%, 1 പ്ലസ് 0.08 ഇൻറ്റു 3/12 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 0.03 ഇൻറ്റു 3/12. സോ ഒന്ന് സോൾവ് ചെയ്യാം കേട്ടോ. So 75.5 into 1.02 divided by സാർ അത് 3 years അല്ലേ? ഓ 3 years ആണല്ലേ, 3 months അല്ല. അപ്പോ ഒന്നും ചെയ്യണ്ട, ഇത് റേസ് ടു 3 ആണ് അടിച്ചാൽ മതി. അപ്പോൾ 0.08 ഇൻറ്റു 0.03 റേസ് ടു 3 എടുത്താൽ മതി കേട്ടോ. റേസ് ടു 3 എടുത്താൽ മതി ആഫ്റ്റർ 3 years ആകുമ്പോൾ.
സോ 87.04 ഇട്ടു കേട്ടോ. ആഫ്റ്റർ 3 years എന്ന് പറയുമ്പോൾ റേസ് ടു 3 എടുത്താൽ മതി കേട്ടോ. ഓക്കെ 3 years ആണ്, 3 years ആണ്. ഓക്കെ 87.04 കിട്ടിയോ? കാൽക്കുലേറ്ററിൽ ചെയ്താൽ മതി. Okay, so next, 6th question. A Limited, an export customer, requested his banker B to purchase a bill of rupees $80,000. Calculate the rate to be quoted to A Limited if B want a margin of 0.08%, given that interbank rate is $1 equal to rupees 71.5 bar 71.1 അല്ലേ. സോ അപ്പോൾ നമ്മൾ ഇവിടെ ഒരു എക്സ്പോർട്ട് കസ്റ്റമർ ആണ് നമ്മളുള്ളത്. നമ്മളൊരു എക്സ്പോർട്ട് കസ്റ്റമർ ആണ്. റിക്വസ്റ്റഡ് ഹിസ് ബാങ്കർ ടു പർച്ചേസ് എ ബില്ല് ഫോർ 80,000. ഓക്കെ, നമ്മൾ ബാങ്കറിനോട് എന്ത് ചെയ്തു? റിക്വസ്റ്റ് ചെയ്തു ടു പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എ ബിൽ ഫോർ $8,000. കാൽക്കുലേറ്റ് ദ റേറ്റ് ടു ബി quoted to A Limited if B want a margin of 0.08%, given that interbank rate is എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ബിഡ് റേറ്റ് എന്ന് പറയുന്നത് സാധാരണ നമ്മളിപ്പോൾ പിന്നെ ബാങ്കിൽ പോയിട്ട് ഡോളർ ബൈ ചെയ്യണം. ഓക്കെ, $80,000 റിക്വസ്റ്റഡ് ടു ബാങ്കർ ടു പർച്ചേസ് അല്ലേ, ബാങ്കിനോട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ബാങ്ക് പർച്ചേസ് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് ബിഡ് റേറ്റ് ആണ് അല്ലെ. ബാങ്ക് പർച്ചേസ് ചെയ്യുന്ന ബിഡ് റേറ്റ് ആണ്. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാല് എപ്പോഴും ബിഡ് റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബിഡ് റേറ്റ് എന്ന് പറയുന്നത് ചെറുതും ആസ്ക് റേറ്റ് എന്ന് പറയുന്നത് വലുതും ആയിരിക്കും. ഓക്കെ, ബിഡ് റേറ്റ് എന്ന് പറയുന്നത് ചെറുതും ആസ്ക് റേറ്റ് എന്ന് പറയുന്നത് വലുതായിരിക്കും. അപ്പൊ ഇവിടെ 75.5ഉം 75.10 ആണ് ഉള്ളത്. അപ്പൊ നമ്മൾ ഇതിനെ ബിഡ് റേറ്റ് ആയിട്ട് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ചെറിയ ഇതിനെയാണ് നമുക്ക് ബിഡ് റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. സോ അതുകൊണ്ട് 71.1 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബിഡ് റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ആസ്ക് റേറ്റ് ആയിട്ട് 71.5 ആണ് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ബാങ്ക് പർച്ചേസ് ചെയ്യുന്ന റേറ്റ് ബിഡ് റേറ്റ് ആയതുകൊണ്ട് 71.1 ആണ് നമ്മൾ എടുക്കുന്നത്. സോ ബിഡ് റേറ്റിന്റെ കൂടെ ബാങ്കേഴ്സ് കമ്മീഷൻ ലെസ് ചെയ്യണം. ആസ്ക് റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ബാങ്കേഴ്സ് കമ്മീഷൻ ആഡ് ചെയ്യണം കേട്ടോ. ഓക്കെ, സോ നിങ്ങൾ ബിഡ് റേറ്റ് ആണ് എടുക്കുന്നത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ബാങ്കേഴ്സ് കമ്മീഷൻ ലെസ് ചെയ്യണം. ഓക്കെ, സോ നിങ്ങൾ ആസ്ക് റേറ്റ് ആണ് എടുക്കുന്നത് എങ്കിൽ നിങ്ങൾ എക്സ്ചേഞ്ച് മാർജിൻ അല്ലെങ്കിൽ ബാങ്കേഴ്സ് കമ്മീഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം കേട്ടോ. ബാങ്കേഴ്സ് കമ്മീഷൻ നിങ്ങൾ ആഡ് ചെയ്യണം. സോ അപ്പോൾ 0.08% നിങ്ങൾ ലെസ് ചെയ്യുക. 71.1 മൈനസ് 0.081 0.8% അല്ലെങ്കിൽ 0.08%. 71.04312 ബി ആണ് ആൻസർ കേട്ടോ. 0.431. സോ ഡൗട്ട് ഉണ്ട് വെച്ചെങ്കിൽ ചോദിക്കാം. ആയി അസംഷനോന്നോ? അസംഷൻ അല്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പർച്ചേസ് റേറ്റ് കുറവും സെല്ലിംഗ് റേറ്റ് കൂടുതലായിരിക്കും അല്ലേ. പർച്ചേസ് റേറ്റ് എപ്പോഴും കുറവായിരിക്കണം, സെല്ലിംഗ് റേറ്റ് ആസ്ക് റേറ്റ് എപ്പോഴും കൂടുതലായിരിക്കണം. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ബിഡ് റേറ്റ് ആയിട്ട് എടുക്കേണ്ടത് ചെറിയ റേറ്റ് ആണ് എടുക്കേണ്ടത്. മനസ്സിലായോ? നമ്മൾ ആസ്ക് റേറ്റ് ആയിട്ട് എടുക്കേണ്ടത് വലിയ റേറ്റും ആണ് എടുക്കേണ്ടത്. സോ അങ്ങനെയാണ് നമ്മൾ കോമൺ സെൻസ് വെച്ചിട്ടാണ് അത് ചെയ്യേണ്ടത്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ബിഡ് റേറ്റ് ചെറുതും ആസ്ക് റേറ്റ് വലുതുമാണ്. ബിഡ് റേറ്റ് 71.5ഉം മറ്റേത് 72.1 അങ്ങനെ എടുക്കാൻ കഴിയൂലല്ലോ. അങ്ങനെ എങ്ങനെ എടുക്കും? 72 എവിടുന്ന് കിട്ടി?
ഇവിടെ ഇപ്പോ എന്താ പറയാ, ഈ ക്വസ്റ്റ്യനിൽ 71.6 ആയിട്ട് ഇപ്പൊ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇങ്ങനെ തന്നു കഴിഞ്ഞാല് നമ്മളിവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഇങ്ങനെയാണ് എടുക്കാൻ പറ്റുള്ളൂ. സോ ഇങ്ങനെയാണ് അത് ആൻസർ ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഇങ്ങനെ ശരിക്കും തരൂല കേട്ടോ. സോ നമ്മള് ഇത് ശരിക്കും പ്രാക്ടിക്കലി തെറ്റായിട്ടുള്ള ഒരു ഇതാണ്. കാരണം ശരിക്കും എന്താ പറയാ, എക്സ്ചേഞ്ച് റേറ്റ് കോട്ട് ചെയ്യുന്ന സമയത്ത് ബിഡ് റേറ്റ്, ആസ്ക് റേറ്റ് ഇങ്ങനെയാണ് തരിക. സോ അതിൽ നോ ഡിഫറൻസ്. ഒരു എന്താ പറയാ 100% ഇങ്ങനെ തന്നെയാണ് തരേണ്ടത്. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇവർ ഇങ്ങനെയാണ് അത് എന്ത് ചെയ്തിട്ടുള്ളത്, ശരിക്കും ഇങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ബിഡ് ചെറിയ റേറ്റിന് ബിഡ് റേറ്റ് ആയിട്ട് എടുത്തു, വലിയ റേറ്റിന് ആസ്ക് റേറ്റ് ആയിട്ട് എടുത്തതാണ് കേട്ടോ. ഓക്കെ, സോ ഇപ്പോൾ ഫോറക്സിന്റെ ക്വസ്റ്റ്യൻസുകൾ കംപ്ലീറ്റ് ആയി. സോ അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, അധികം ഫോറക്സിൽ നിന്ന് നമ്മൾ MCQന് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഫോറക്സിൽ നിന്ന് MCQന് പ്രിപ്പയർ ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി തിയറി പഠിക്കണം, പർച്ചേസ് പവർ പാരിറ്റി തിയറി പഠിക്കണം, ക്രോസ് റേറ്റ് പഠിക്കണം, ആനുവലൈസ്ഡ് പ്രീമിയം പഠിക്കണം. സോ ഇത് നേരുന്നെങ്കിലും ആകാരം എക്സാമിന് അധികം ക്വസ്റ്റ്യൻ വരിക. ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി തിയറി, അല്ലെങ്കിൽ പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി, അല്ലെങ്കിൽ പിന്നെ ആനുവലൈസ്ഡ് പ്രീമിയം, ശരി, അതല്ലെങ്കിൽ ക്രോസ് റേറ്റ് കേട്ടോ, ക്രോസ് റേറ്റ്. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടത് ഫോറക്സിൽ നിന്ന് കേട്ടോ. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലോട്ട് പോകാം. സോ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്സ് ആണ് ഇനി എടുക്കാൻ പോകുന്നത് കേട്ടോ. സോ അതിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകൾ മാത്രം കവർ ചെയ്തിട്ട് പോകാം. സോ നാളെ നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിന്റെ MCQ കൂടിയും കവർ ചെയ്യും കേട്ടോ. അതോടുകൂടി MCQ കവർ ആകും. സോ നാളെ പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക്സ് കൂടിയും എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഇത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് ഡെറിവേറ്റീവ്സ് എടുക്കാനാണ്. അതുകൊണ്ടാണ് ഞാൻ ഡെറിവേറ്റീവ്സ് സെലക്ട് ചെയ്തത് കേട്ടോ. ഓക്കെ, സോ ഡെറിവേറ്റീവ്സിൽ നിന്ന് നമ്മൾക്ക് 14 മാർക്കിനാണ് MCQ, ഒരു 7 മാർക്കിന്റെ ക്വസ്റ്റ്യനും ഒരു 7 മാർക്ക് 6th ലോട്ടാണ് കേട്ടോ. 6th ലോട്ടാണ് എന്ത്, നമ്മളുടെ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരിക. സോ അതിൽ നിന്ന് 7 മാർക്കിന് ഓപ്ഷൻസിൽ നിന്നും ഇങ്ങനെയാണ് അതിന്റെ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത്. പ്ലസ് 7 മാർക്ക് ഫ്യൂച്ചേഴ്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പ്ലസ് എന്താ പറയാ, ഒരു MCQ, അതായത് 2 മാർക്കിന് ഒരു MCQ നമുക്ക് ഓപ്ഷൻസിൽ നിന്ന്, പ്ലസ് 2 മാർക്കിന്റെ MCQ ഫ്യൂച്ചേഴ്സിൽ നിന്ന്, പ്ലസ് ഒരു എന്താ പറയാ ഒരു MCQ ഓപ്ഷൻസിൽ നിന്ന് തന്നെ ഒരു 2 മാർക്കിന്റെ MCQ ഓപ്ഷൻസിൽ നിന്ന്. ഇങ്ങനെ 3 ക്വസ്റ്റ്യൻസുകൾ MCQയിൽ വരാറുണ്ട്. സോ അപ്പോൾ ടോട്ടൽ 14, 16, 18, 20. സോ 20 മാർക്കാണ് ടോട്ടൽ വെയിറ്റേജ് ഡെറിവേറ്റീവ്സിൽ നിന്ന് കേട്ടോ. 20 മാർക്ക് നമുക്ക് ഡെറിവേറ്റീവ്സ് പഠിച്ചാൽ തന്നെ 20 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. 3 MCQ കവർ ആകും, 6th ലോട്ടും കവർ ആകും. ഓക്കെ, സോ ഇതാണ് ഡെറിവേറ്റീവ്സിന്റെ പിന്നെ ഇമ്പോർട്ടൻസ്. ക്വസ്റ്റ്യൻസ് വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ചെയ്തിട്ടില്ലല്ലേ? ഓക്കെ, സോ ഞാൻ ആദ്യം ഒരു റിവിഷൻ മോഡൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിലോട്ട് പോവാം കേട്ടോ. സോ ഡെറിവേറ്റീവ്സിൽ ആദ്യം നമ്മൾ ഓപ്ഷൻസ് ആണ് പഠിക്കുന്നത്. സോ ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയണ്ടാകും. സോ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഒരു സെഗ്മെന്റ് ആണ് പിന്നെ നമ്മളുടെ F&O എന്ന് പറഞ്ഞിട്ടുള്ളത്, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സെഗ്മെന്റ്. ഓക്കെ, സോ നമ്മൾ മെയിൻ ആയിട്ട് ഈ ഓപ്ഷൻസ് ആൻഡ് ഫ്യൂച്ചേഴ്സ് യൂസ് ചെയ്യുന്നത് ഒന്ന് സ്പെക്കുലേഷൻ പർപ്പസിനും, സ്പെക്കുലേഷൻ ട്രേഡിങ്ങിന്, 2
നമ്മളുടെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടാമത് യൂസ് ചെയ്യുന്നത്. മൂന്നാമത് ഓപ്ഷൻസ് യൂസ് ചെയ്യുന്നത് ഫോർ ആർബിട്രേജ് പർപ്പസും ആണ്. ഓക്കെ, സോ ഇങ്ങനെ 3 പർപ്പസിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓപ്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഒരു സെഗ്മെന്റ് ആണ്. സോ സ്പെക്കുലേഷൻ ട്രേഡിംഗ്, നമ്മൾ പിന്നെ സ്പെക്കുലേഷൻ ട്രേഡ് ചെയ്തിട്ട് നമുക്ക് ലാഭം അല്ലെങ്കിൽ നഷ്ടം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഹെഡ്ജ് ചെയ്യാം. ഹെഡ്ജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാലോ, ടു റിമൂവ് അൺസർട്ടനിറ്റി അല്ലെ. നമ്മൾ വല്ല ഷെയർസുകളോ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാകും, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ ആ പർച്ചേസ് ചെയ്ത സാധനം അതിന്റെ എന്തെങ്കിലും അൺസർട്ടനിറ്റി, അതിലുണ്ടാകുന്ന പ്രൈസ് ഫ്ലക്ച്വേഷൻസുകൾ, ആ അൺസർട്ടനിറ്റി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഓപ്ഷൻസ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഹെഡ്ജ് ചെയ്യാൻ വേണ്ടി പറ്റും. അതല്ലെങ്കിൽ ആർബിട്രേജർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കൺസെപ്റ്റിലൂടെ നമുക്ക് പ്രോഫിറ്റ് മാത്രം ജനറേറ്റ് ചെയ്യാനും ഓപ്ഷൻസിലൂടെ പറ്റും. ഈ 3 കാര്യങ്ങൾക്കാണ് ഓപ്ഷൻസ് എന്ത് ചെയ്യുന്നത്, മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ നമ്മളുടെ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിലുള്ള സെഗ്മെന്റ്സിൽ നമുക്ക് 2 ടൈപ്പ് ഓപ്ഷൻസ് ആണ് ഉണ്ടാകുന്നത്. സോ ഒന്ന് കോൾ ഓപ്ഷനും അതേപോലെ തന്നെ 2 പുട്ട് ഓപ്ഷനുമാണ് ഉള്ളത്. ഓക്കെ, കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനുമാണ് ഉള്ളത്. സോ നിങ്ങൾക്കറിയാം കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റൈറ്റ് ടു, നമ്മളിപ്പോ ഒരു ഷെയർ നമ്മളൊരു സ്പെക്കുലേഷൻ ചെയ്യാണെന്ന് കൂട്ടിക്കോ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ. സോ ഞാനിപ്പോ ഇവിടെ ഒരു റിലയൻസ് ലിമിറ്റഡിന്റെ ഷെയർ ഞാൻ എന്ത് ചെയ്തു, അണ്ടർലേയിങ് അസറ്റ് ആയിട്ട് എടുത്തു. ഓക്കെ, ജസ്റ്റ് ഫോർ എക്സാമ്പിൾ. അണ്ടർലേയിങ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് വെച്ചിട്ടാണ് സ്വന്തമായിട്ട് ഈ ഓപ്ഷൻസിന്, ഈ കോൾ ഓപ്ഷന് എന്തില്ല, ഒരു വാല്യൂ ഇല്ല. അപ്പൊ റിലയൻസ് ലിമിറ്റഡിന്റെ ഷെയറിന് ഇപ്പൊ 100 രൂപയാണ്. ഓക്കെ, അപ്പൊ ഈ റിലയൻസ് ലിമിറ്റഡിന്റെ, നമുക്ക് ഇവിടെ ഒരു റിലയൻസ് ലിമിറ്റഡിന്റെ തന്നെ കോൾ ഓപ്ഷനും ഉണ്ടാകും. ഓക്കെ, റിലയൻസ് ലിമിറ്റഡിന്റെ തന്നെ കോൾ ഓപ്ഷൻ ഉണ്ടാകും. അപ്പൊ ഈ കോൾ ഓപ്ഷന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാല്യൂ ഇല്ല, അതിന് സ്വന്തമായിട്ട് ഒരു വാല്യൂ ജനറേറ്റ് ചെയ്യാൻ കഴിയൂല. പിന്നെ ഈ റിലയൻസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഷെയർ, ഇത് അണ്ടർലൈങ് അസറ്റ് ആയിട്ട് ഇതിന് വാല്യൂ ജനറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ കോൾ ഓപ്ഷൻ എന്ത് ചെയ്യും, ഇവിടെ 2 പേരുണ്ടാകും. സോ നമുക്കറിയാം ഓപ്ഷൻ ഹോൾഡർ ഉണ്ടാകും, അതേപോലെ തന്നെ ഓപ്ഷൻ റൈറ്റർ ഉണ്ടാകും അല്ലെ. ഓപ്ഷൻ ഹോൾഡർ ഉണ്ടാകും, ഓപ്ഷൻ റൈറ്റർ ഉണ്ടാകും. അപ്പൊ ഈ ഓപ്ഷൻ ഹോൾഡർ എന്ത് ചെയ്യും, ഈ ഒരു കോൾ ഓപ്ഷൻ എന്ത് ചെയ്യും, ബൈ ചെയ്യും. ഓക്കെ, സോ ബൈ കോൾ ഓപ്ഷൻ ബൈ ചെയ്യും. ഈ കോൾ ഓപ്ഷൻ ബൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ റൈറ്റർക്ക് ഒരു പ്രീമിയം എന്ത് ചെയ്യണം, പേ ചെയ്യണം. ഓക്കെ, സോ ഞാനിവിടെ ഒരു 10 രൂപ പ്രീമിയം പേ ചെയ്തു. സോ എന്നിട്ട് ഈ പ്രീമിയം പേ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ ഹോൾഡർക്ക് കിട്ടുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് റൈറ്റ് ടു ബൈ റിലയൻസ് ലിമിറ്റഡിന്റെ ഷെയർ ബൈ ചെയ്യാനുള്ള റൈറ്റ് കിട്ടും അറ്റ് എക്സസൈസ് പ്രൈസ് ഓഫ് 200. ഒരു 200 രൂപ, ഞാൻ എക്സാമ്പിൾ എടുത്താണ്, ഒരു 200 രൂപയ്ക്ക് ഇവർക്ക് ബൈ ചെയ്യാനുള്ള റേറ്റ് കിട്ടും. ബട്ട് നോ ഒബ്ലിഗേഷൻ ടു ബൈ, പക്ഷെ ബൈ ചെയ്യണം എന്ന് ഒരിക്കലും നിർബന്ധമില്ല. നോ ഒബ്ലിഗേഷൻ ടു ബൈ ചെയ്യണം എന്ന് ഒരിക്കലും നിർബന്ധമല്ല. ഇനി ഓപ്ഷൻ റൈറ്റർക്ക് ആണെന്നുണ്ടെങ്കിലോ, ഈ ഒരു കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഓപ്ഷൻ റൈറ്റർക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഒബ്ലിഗേഷൻ, അവർക്ക് നിർബന്ധമായിട്ടും ഒബ്ലിഗേഷൻ ടു സെൽ വെൻ ദ ഹോൾഡർ ഡിസൈഡഡ് ടു ബൈ. ഹോൾഡർ ബൈ ചെയ്യാൻ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ റൈറ്റർ എന്തായാലും അത് സെൽ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, സോ അപ്പൊ ഇവിടെ എന്തുണ്ടാകും, മെയിൻ ആയിട്ട് ഈ കോൺട്രാക്റ്റിൽ നമ്മൾ നോക്കുന്നത് ഒന്ന് ഇതിന്റെ അണ്ടർലേയിങ് അസറ്റ് ആണ്. ഇവരുടെ ഈ കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞ ഈ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൽ ഇവർ സ്പെക്കുലേഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് അണ്ടർലേയിങ് അസറ്റ് എന്ന് പറയുന്നത്. ആ അണ്ടർലേയിങ് അസറ്റ് ആണ് റിലയൻസ് ലിമിറ്റഡിന്റെ ഷെയർ എന്ന് പറയുന്നത്. ഈ റിലയൻസ് ലിമിറ്റഡിന്റെ ഷെയറിന്റെ പ്രൈസ് വെച്ചിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, സ്പെക്കുലേഷൻ നടത്തുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഇവർ കോൾ ഓപ്ഷൻ എന്ത് ചെയ്യുന്നു, ബൈ ചെയ്യുന്നു. സോ ഒരു പ്രീമിയം പേ ചെയ്തിട്ടാണ് ഈ കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു ഓപ്ഷൻ ബൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന എൻടൈറ്റിൽമെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓപ്ഷൻ ഹോൾഡർക്ക് കിട്ടുന്നത് റൈറ്റ് ടു ബൈ റിലയൻസ് ലിമിറ്റഡിന്റെ ഷെയർ ആണ്. എക്സസൈസ് പ്രൈസ് ഉണ്ടാകും, എക്സസൈസ് പ്രൈസ് ഇവർ എന്ത് ചെയ്തിട്ടുണ്ടാകും, ഫിക്സ് ചെയ്തിട്ടുണ്ടാകും. ആ എക്സസൈസ് പ്രൈസിന് റിലയൻസ് ലിമിറ്റഡിന്റെ ഷെയർ ബൈ ചെയ്യാനുള്ള റേറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഓപ്ഷൻ ഹോൾഡർക്ക് കിട്ടുന്നത്. അങ്ങനെ ഇയാൾ ബൈ ചെയ്യണം തീരുമാനിച്ചെടുത്തു കഴിഞ്ഞാൽ ഓപ്ഷൻ റൈറ്റർ നിർബന്ധമായിട്ടും അത് ഒബ്ലിഗേഷൻ ടു സെൽ ആണ്, നിർബന്ധമായിട്ടും അത് എന്ത് ചെയ്തിരിക്കണം, സെൽ ചെയ്തിരിക്കണം എന്നാണ്. എന്നാൽ ഇയാൾക്ക് ബൈ ചെയ്യണം ഒന്നും ഒരിക്കലും നിർബന്ധമല്ല. ഇയാൾക്ക് ഈ കോൺട്രാക്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ലാപ്സ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഹോൾഡർ ആണ് എന്ത്, ഡിസിഷൻ മേക്കർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ ഓപ്ഷൻ ഹോൾഡർ ആണ് ഡിസിഷൻ മേക്കർ. ഇയാൾക്ക് എന്ത് ചെയ്യാം, ഒന്നില്ലെങ്കിൽ എക്സസൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ചെയ്യാം, അല്ലെങ്കിൽ ഇയാൾക്ക് എന്ത് ചെയ്യാം, ലാപ്സ് ചെയ്യാം. ഓക്കെ, സോ ഇത് ഇയാളുടെ ഓപ്ഷൻ ആണ്.
എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി മറ്റാൾ എന്തായാലും സെല് ചെയ്യേണ്ടി വരും കേട്ടോ. സോ ഇതാണ് ഇത്. സോ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻ കേസ് ഇവിടെ ഒരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ടാകും അല്ലെ, എപ്പോഴും ഈ ഒരു കോൺട്രാക്ട് എക്സസൈസ് ചെയ്യാനുള്ള ഒരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ടാകും. അങ്ങനെ ആ ഓൺ മെച്യൂരിറ്റി പീരീഡ് എത്തി. ആ മെച്യൂരിറ്റി പീരീഡ് എത്തിയപ്പോൾ കറന്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 300 രൂപയാണ്. കറന്റ് മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? 300 രൂപയാണ്. അപ്പൊ കറന്റ് മാർക്കറ്റ് പ്രൈസ് 300 രൂപയായി കഴിഞ്ഞാൽ ഇയാള് ഇത് എക്സസൈസ് ചെയ്യോ എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ഹോൾഡർ എക്സസൈസ് ചെയ്യോ? മാർക്കറ്റിൽ 300 രൂപയായി കഴിഞ്ഞാൽ ഇയാൾ 200 രൂപക്ക് ഇയാൾക്ക് ബൈ ചെയ്യാനുള്ള റേറ്റ് ഉണ്ട്. എന്തായാലും ചെയ്യൂലേ? എന്തായാലും അയാൾ 200 രൂപക്ക് ബൈ ചെയ്യും. കാരണം മാർക്കറ്റിൽ ഇപ്പൊ ഈ ഷെയറിന്റെ വില 300 രൂപയാണ്. പക്ഷെ ഇവർ ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടത് കൊണ്ട് ഇയാൾക്ക് 200 രൂപക്ക് കിട്ടും. സോ ദാറ്റ് മീൻസ് ഇയാൾക്കൊരു പ്രോഫിറ്റ് ഉണ്ടായി അല്ലേ? സോ ഇവിടെ പ്രോഫിറ്റിന് നമ്മൾ വിളിക്കുന്ന പേര് ഇൻട്രൻസിക് വാല്യൂ എന്നാണ് വിളിക്കുക കേട്ടോ. എന്താ വിളിക്കുക? ഇൻട്രൻസിക് വാല്യൂ. സോ ഇൻട്രൻസിക് വാല്യൂ എന്ന് പറയുന്നത് കറന്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് എക്സസൈസ് പ്രൈസ് ആണ്. അതായത് ഇവിടെ ഇയാൾക്ക് 300 രൂപ ആകുമ്പോഴും ഇയാൾക്ക് എന്ത് ചെയ്യാം? 200 രൂപക്ക് തന്നെ ബൈ ചെയ്യാം. കാരണം എക്സസൈസ് പ്രൈസ് എന്താണ്? 200 രൂപയാണ്. സോ ദാറ്റ് മീൻസ് ഇയാൾക്ക് 100 രൂപ എന്താണ്? പ്രോഫിറ്റ് ഉണ്ട്. ഇയാൾക്ക് 100 രൂപ പ്രോഫിറ്റ് ഉണ്ട്. ഓക്കെ. സോ എന്നാല് ഇയാൾക്ക് മാക്സിമം എത്രയാണ് പേ ഓഫ് കിട്ടുക? പേ ഓഫ് ടു ഹോൾഡർ. പേ ഓഫ് ടു ഹോൾഡർ. ഈ ഇൻട്രൻസിക് വാല്യൂ എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ആണ് കേട്ടോ. സോ ഇത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. പേ ഓഫ് ടു ഹോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇയാൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നെ ഒരു പ്രീമിയം കൊടുക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ അല്ലെ? സോ അപ്പൊ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? 100 മൈനസ് ഇയാൾ ഒരു പ്രീമിയം 10 രൂപ പേ ചെയ്തിട്ടില്ലേ? സോ അപ്പൊ ശരിക്കും നെറ്റ് പ്രോഫിറ്റ് ആകെ 90 രൂപ മാത്രമാണ് പ്രോഫിറ്റ് ഉള്ളത് കേട്ടോ. 90 രൂപ മാത്രമാണ് പ്രോഫിറ്റ് ഉള്ളത്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പേ ഓഫ് ടു ഹോൾഡർ 90 രൂപയാണ്. സോ ഇനി ഇവർക്ക് ഇത് എന്താ പറയാ, ലോസ് വരുമോ? നമ്മളുടെ ഓപ്ഷൻ ഹോൾഡർക്ക് ലോസ് വരുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രൻസിക് വാല്യൂ മാക്സിമം എന്തേ ഉള്ളൂ? 0 വരുള്ളൂ കേട്ടോ. സോ അതുകൊണ്ട് ഇൻട്രൻസിക് വാല്യൂന്റെ ഇക്വേഷനിൽ ഞാൻ എന്ത് ചെയ്യുന്നു? കറന്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് എക്സസൈസ് പ്രൈസ് ഓർ 0 വിച്ച് എവർ ഈസ് ഹയർ ഇടുന്നു. കാരണം ഇവർക്ക് എന്താ പറയാ, ലാപ്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. ലാപ്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായത് കൊണ്ട് മാക്സിമം 0 വരുള്ളൂ. കാരണം അതിന്റെ അടിയിലോട്ട് മാർക്കറ്റ് പ്രൈസ് പോയി കഴിഞ്ഞാൽ ഇയാൾ അത് എക്സസൈസ് ചെയ്യൂല. അതുകൊണ്ട് ലാപ്സ് പൊസിഷൻ ആയിരിക്കും ഉണ്ടാകുക. മനസ്സിലായില്ലേ? സനിപ്പ ഈ പറഞ്ഞത് വരെ മനസ്സിലായോ? ഓക്കെ. സോ ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. സോ ഒരു ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സോ ശ്രദ്ധിക്കാം. സോ കോൾ ഓപ്ഷൻ ഉണ്ട്, ഞാൻ പുട്ട് ഓപ്ഷനും കൂടി പറഞ്ഞുതരാം കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാം. അങ്ങനെ രണ്ടും പാടെ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരുമിച്ച് ചെയ്യാം. സോ പുട്ട് ഓപ്ഷൻ നേരെ ഓപ്പോസിറ്റ് ആണ്. സോ ശ്രദ്ധിക്കുക, പുട്ട് ഓപ്ഷനും ഇവിടെ നമ്മൾ റിലയൻസ് ലിമിറ്റഡിന്റെ ഷെയർ വെച്ചിട്ടാണ് സ്പെക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഈ റിലയൻസ് ലിമിറ്റഡിന്റെ ഷെയർ വെച്ചിട്ട് ഞാനൊരു എന്ത് ചെയ്യുന്നു? റിലയൻസ് ലിമിറ്റഡിന്റെ തന്നെ പുട്ട് ഓപ്ഷനിൽ ഏർപ്പെടുന്നു. ഓക്കെ. സോ പുട്ട് ഓപ്ഷനിൽ ഏർപ്പെടുന്നു. സോ ഇവിടെ 2 പേരുണ്ടാകും എന്താ പറയാ പുട്ട് ഓപ്ഷൻ കോൺട്രാക്റ്റിൽ ഉണ്ടാകുന്നത്. സോ ഒരു ഓപ്ഷൻ ഹോൾഡർ ഉണ്ടാകും, അതേപോലെ തന്നെ ഓപ്ഷൻ റൈറ്റർ ഉണ്ടാകും. ഈ ഓപ്ഷൻ ഹോൾഡർ എന്ന് പറയുന്ന ആളാണ് എന്ത് ചെയ്യുന്നത്? ഈ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്നത്. ബൈ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്നു. ഈ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ റൈറ്റർക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രീമിയം പേ ചെയ്യണം. സോ ഈ പ്രീമിയം ഒരു 10 രൂപ പേ ചെയ്യുന്നു. ഓക്കെ. സോ അങ്ങനെ ഈ പ്രീമിയം പേ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ ഹോൾഡർക്ക് ഒരു റൈറ്റ് കിട്ടും, ഒരു എൻടൈറ്റിൽമെന്റ് കിട്ടും. സോ എന്ത് റൈറ്റ് ആണ് കിട്ടുക? റൈറ്റ് ടു സെൽ. വിൽക്കാനുള്ള എൻടൈറ്റിൽമെന്റ് ആണ് കിട്ടുക. റൈറ്റ് ടു സെൽ ദ അണ്ടർലൈങ് അസെറ്റ്. റിലയൻസ് ലിമിറ്റഡിന്റെ ഷെയർ സെൽ ചെയ്യാനുള്ള റേറ്റ് കിട്ടും അറ്റ് എക്സസൈസ് പ്രൈസ് ഓഫ് ₹200. 200 രൂപയ്ക്ക് സെൽ ചെയ്യാനുള്ള പ്രൈസ് റേറ്റ് കിട്ടും. ബട്ട് നോ ഒബ്ലിഗേഷൻ ടു സെൽ. സെൽ ചെയ്യണമെന്ന് നിർബന്ധമല്ല. ഇനി ഓപ്ഷൻ റൈറ്റർ ആണെന്നുണ്ടെങ്കിലോ ഇവർക്ക് എന്തായാലും ഒബ്ലിഗേഷൻ ഉണ്ട്. ഒബ്ലിഗേഷൻ ടു ബൈ ആണ് കേട്ടോ. ഇവർ നിർബന്ധമായിട്ടും ബൈ ചെയ്യണം. ഒബ്ലിഗേഷൻ ടു ബൈ. ഇഫ് ഓപ്ഷൻ ഹോൾഡർ ഡിസൈഡ് ടു സെൽ. അവർ സെൽ ചെയ്യാൻ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ മാത്രം ഇവർ എന്ത് ചെയ്യണം? ബൈ ചെയ്യൽ നിർബന്ധമാണ്. ഹോൾഡർ ഡിസൈഡഡ് ടു
sell. Okay, so just on maturity ഡേറ്റില് എന്ത് ചെയ്യുന്നു? ഇപ്പോ കറന്റ് മാർക്കറ്റ് പ്രൈസ് ഒരു 150 ആയി നോട്ടിക്കോ. ഇപ്പൊ മാർക്കറ്റില് വെറും 150 ആണെന്നുണ്ടെങ്കിൽ ഇയാൾ 200 രൂപക്ക് സെല് ചെയ്യാൻ പറ്റൂല ഇയാൾക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കാം, മാർക്കറ്റിൽ ആകെ 150 ഉള്ളൂ. പക്ഷേ പുട്ട് ഓപ്ഷനിലാണെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് എന്ത് ചെയ്യാം? 200 റുപ്പീസിന് സെല് ചെയ്യാൻ പറ്റും അല്ലെ? അതുകൊണ്ട് തന്നെ ഇവരുടെ ഇൻട്രൻസിക് വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മൾ ഇൻട്രൻസിക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ്. എങ്ങനെ ഇൻട്രൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക? ഇൻട്രൻസിക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസൈസ് പ്രൈസ് മൈനസ് കറന്റ് മാർക്കറ്റ് പ്രൈസ് ആണ് കേട്ടോ. ഇവിടെ 200 രൂപയാണ് നമുക്ക് സെല് ചെയ്യാം, മാർക്കറ്റിലാകെ 150 ഉള്ളൂ. സോ നമുക്ക് 50 രൂപ പ്രോഫിറ്റ് കിട്ടി. സോ ഇൻട്രൻസിക് വാല്യൂ 50. സോ നെറ്റ് പ്രോഫിറ്റ് പേ ഓഫ് ടു ഹോൾഡർ. സോ ഹോൾഡർക്ക് നമ്മൾ എത്ര പേ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് 50 രൂപ പ്രോഫിറ്റ് കിട്ടിയെങ്കിലും അതിൽ 10 രൂപ പ്രീമിയം പേ ചെയ്തിട്ടുണ്ട്. 40 രൂപയാണ് നെറ്റ് പ്രോഫിറ്റ് കേട്ടോ. സോ അപ്പൊ ഇതാണ് എന്ത്? കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും. സോ ഈ ഒരു സംഭവം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 7 മാർക്ക് എന്ത് ചെയ്യാം? ഏകദേശം നമുക്ക് എന്ത് ചെയ്യാം? എന്തായാലും വാങ്ങിയെടുക്കാൻ പറ്റും ഈ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും നേരെ പഠിച്ചു കഴിഞ്ഞാൽ കേട്ടോ. ഈ ഒരു ലോട്ട് സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ലോട്ടിൽ നിന്ന് സിമ്പിളായിട്ട് മാർക്ക് മേടിക്കാൻ പറ്റും. നിങ്ങൾ ഈ ലോട്ട് ഒന്ന് പഠിച്ചാൽ മതി. കാരണം റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കാറുള്ളത്. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻസുകൾ തന്നെ പഠിച്ചാൽ മതി. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കും, എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, സോ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സോ ഞാനിപ്പോൾ ഈ പറഞ്ഞ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും ഞാൻ വിചാരിക്കണു. ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഓക്കെ അല്ലേ? ഓക്കെ, സോ ശ്രദ്ധിക്കട്ടോ. മിസ്റ്റർ എച്ച് എസ്റ്റാബ്ലിഷ്ഡ് ദി ഫോളോയിങ് സ്ട്രാറ്റജി ഓൺ ദി ഡെൽറ്റ കോർപ്പറേഷൻ സ്റ്റോക്ക്. സോ ഇവർ പർച്ചേസ്ഡ് എ 3-month കോൾ ഓപ്ഷൻ വിത്ത് എ പ്രീമിയം ഓഫ് 30 അറ്റ് എൻ എക്സസൈസ് പ്രൈസ് ഓഫ് 550. ഓക്കെ, സോ 30 രൂപ പ്രീമിയത്തില് 550 രൂപ എക്സസൈസ് പ്രൈസിൽ ഇവർ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവർ പുട്ട് ഓപ്ഷൻ 5 രൂപ പ്രീമിയത്തിൽ ഒരു 450 രൂപ എക്സസൈസ് പ്രൈസിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവരൊരു പുട്ട് ഓപ്ഷനും ബൈ ചെയ്തിട്ടുണ്ട്. സോ ഡെൽറ്റ കോർപ്പറേഷൻ സ്റ്റോക്ക് ഈസ് കറന്റ് സെല്ലിംഗ് അറ്റ് 500. സോ ഇവിടെ ഡെൽറ്റ കോർപ്പറേഷൻ സ്റ്റോക്ക് ആണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? അണ്ടർലേയിങ് അസറ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഡിറ്റർമൈൻ ദി പ്രോഫിറ്റ് ഓർ ലോസ് ഇഫ് ദ പ്രൈസ് ഓഫ് ഡെൽറ്റ കോർപ്പറേഷൻ സ്റ്റോക്ക് റിമൈൻ 500 ആഫ്റ്റർ 3 months. സോ 3 മാസം കഴിഞ്ഞപ്പോഴും അതിന്റെ വാല്യൂ 500 ആയി കഴിഞ്ഞാൽ എത്രയാണ് പ്രോഫിറ്റ് ഓർ ലോസ്? സോ ഫാൾസ് അറ്റ് 350. സോ 350 ഫാൾ ചെയ്ത് കഴിഞ്ഞാൽ എത്രയായിരിക്കും പ്രോഫിറ്റ് ഓർ ലോസ്? റൈസസ് ടു 600, 600 കൂടി കഴിഞ്ഞാൽ എത്രയായിരിക്കും നമ്മളുടെ പ്രോഫിറ്റ് ഓർ ലോസ്? അസ്യൂം ദ ഓപ്ഷൻ സൈസ് ഈസ് 100 ഷെയർസ് ഓഫ് ഡെൽറ്റ കോർപ്പറേഷൻസ്. ഓക്കെ, സോ നമ്മളുടെ ഓപ്ഷൻ സൈസ് എന്ന് പറയുന്നത് 100 ഷെയർസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇൻറ്റു 100 അടിക്കണം എല്ലാ പ്രോഫിറ്റും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കേട്ടോ. സോ അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ആദ്യം കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും നമ്മൾ ബൈ ചെയ്തിട്ടുണ്ട്. സോ അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? രണ്ടിനും പ്രീമിയം പേ ചെയ്യണം. നമ്മളാണ് കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടിനും നമ്മൾ പ്രീമിയം പേ ചെയ്യണം. ഓക്കെ, സോ അപ്പൊ പ്രീമിയം പെയ്ഡ് ഓൺ കോൾ ഓപ്ഷൻ ഈക്വൽ ടു പ്രീമിയം പെയ്ഡ് ഓൺ കോൾ ഓപ്ഷൻ ഈക്വൽ ടു. സോ ഇവിടെ നോക്കാം. സോ ഇവിടെ ഇവര് കോൾ ഓപ്ഷന് 30 രൂപയാണ് പേ ചെയ്തിട്ടുള്ളത്. 30 × 100 അടിക്കണം കേട്ടോ. 30 × 100, സോ 3000. നെക്സ്റ്റ് പ്രീമിയം പെയ്ഡ് ഓൺ പുട്ട് ഓപ്ഷൻ ഈക്വൽ ടു. സോ പുട്ട് ഓപ്ഷന്റെ പ്രീമിയം എന്ന് പറയുന്നത് 5 രൂപയാണ്. 5 × 500, 100, 500. സോ ടോട്ടൽ 3500. ഓക്കെ, സോ ഇനി ഫസ്റ്റ് കേസ് കറന്റ് മാർക്കറ്റ് പ്രൈസ് ഓൺ എക്സ്പയറി 500 ആയി. ഓക്കെ, സോ നമുക്ക് അറിയാം ഇവിടെ കോൾ ഓപ്ഷന്റെ എക്സസൈസ് പ്രൈസ് എന്ന് പറയുന്നത് കോൾ ഓപ്ഷന്റെ എക്സസൈസ് പ്രൈസ് 550 ആയിരുന്നു. അതേപോലെ തന്നെ പുട്ട് ഓപ്ഷന്റെ എക്സസൈസ് പ്രൈസ് എന്ന് പറയുന്നത് 450 ആണ്. ഓക്കെ, സോ
അപ്പൊ നമ്മളോട് ചോദ്യം കോൾ ഓപ്ഷൻ ഇവർ എക്സസൈസ് ചെയ്തിട്ടുണ്ടാകോ ലാപ്സ് ചെയ്തിട്ടുണ്ടാകോ എന്നുള്ളതാണ് ചോദ്യം. മാർക്കറ്റില് 500 രൂപയാകുമ്പോൾ ഇവർ 550 രൂപക്ക് ബൈ ചെയ്യോ? മാർക്കറ്റിൽ ആകെ 500 രൂപ വില ഉള്ളൂ, ഇവർ 550 രൂപക്ക് ബൈ ചെയ്യോ? ഇല്ല. സോ ദാറ്റ് മീൻസ് ഇവർ എന്ത് ചെയ്യും? കോൾ ഓപ്ഷൻ ലാപ്സ് ചെയ്യും. സോ ഇനി പുട്ട് ഓപ്ഷൻ ആണെച്ചെങ്കിലോ മാർക്കറ്റിൽ 500 രൂപയാകുമ്പോൾ ഇവർ 450 രൂപക്ക് സെല്ല് ചെയ്യും, അതും ചെയ്യൂല. സോ പുട്ട് ഓപ്ഷനും എന്ത് ചെയ്യും? ലാപ്സ് ചെയ്യും. ഓക്കെ, സോ രണ്ടിലും ഇവർക്ക് എന്തില്ല? ലാഭമില്ല. അതുകൊണ്ട് ഇവർ രണ്ടിലും ലാപ്സ് ചെയ്യും. സോ ഇവരുടെ ടോട്ടൽ ലോസ്, ഇവർക്ക് ആ പ്രീമിയം മൊത്തം നഷ്ടപ്പെട്ടു, 3500 രൂപയും ഇവരുടെ ടോട്ടൽ ലോസ് ആണ്. ഇവർക്ക് കോൾ ഓപ്ഷനിൽ നിന്നോ പുട്ട് ഓപ്ഷനിൽ നിന്നോ ഒന്നും ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത് മനസ്സിലായോ? ഓക്കെ, സോ ഇനി നെക്സ്റ്റ് രണ്ടാമത്തത് ഫാൾസ് അറ്റ് 350 ആഫ്റ്റർ 3 months എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ 350 ആയി കഴിഞ്ഞാൽ, കറന്റ് മാർക്കറ്റ് പ്രൈസ് 350 ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. സോ കോൾ ഓപ്ഷൻ നമ്മൾ മാർക്കറ്റില് 350 ആകുമ്പോൾ നമ്മൾ 550 രൂപക്ക് ബൈ ചെയ്യോ? ഇല്ല. സോ കോൾ ഓപ്ഷൻ അവിടെ നമ്മൾ എന്ത് ചെയ്യും? ലാപ്സ് ചെയ്യും. പുട്ട് ഓപ്ഷൻ മാർക്കറ്റിൽ 350 ആകുമ്പോൾ നമ്മൾ 450 രൂപക്ക് സെല്ല് ചെയ്യോ? അത് ചെയ്യൂ അല്ലേ? കാരണം മാർക്കറ്റിൽ ആകെ 350 ഉള്ളൂ. പുട്ട് ഓപ്ഷനിൽ നമുക്ക് എക്സസൈസ് ചെയ്യാൻ വെച്ചാൽ 450 രൂപക്ക് നമുക്ക് സെല്ല് ചെയ്യാം. സോ പുട്ട് ഓപ്ഷനിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 100 പ്രോഫിറ്റ് ഉണ്ട്, ഇൻറ്റു 100 ടോട്ടൽ 10,000 ആണ് പ്രോഫിറ്റ് കേട്ടോ. സോ പ്രീമിയം ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്? ആൾറെഡി പേ ചെയ്തിട്ടുണ്ട്. സോ പ്രീമിയം പെയ്ഡ് ഒരു 3500 പേ ചെയ്തിട്ടുണ്ട്. സോ നെറ്റ് പ്രോഫിറ്റ് ഈക്വൽ ടു 6500 ആണ് നെറ്റ് പ്രോഫിറ്റ്. 6500 ആണ് നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കുമ്പോൾ ഇവിടെ എന്താണ്? റൈസസ് ടു 600 ആയി. ഓക്കെ, 600 ആയിട്ട് റൈസ് ചെയ്തു. സോ കറന്റ് മാർക്കറ്റ് പ്രൈസ് 600 ആയിട്ട് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ചെയ്യാന്നുള്ളതാണ്. സോ മാർക്കറ്റിൽ 600 രൂപയാകുമ്പോൾ നമ്മളുടെ കോൾ ഓപ്ഷന്റെ എക്സസൈസ് പ്രൈസ് എന്ന് പറയുന്നത് 550 ഉള്ളൂ. മാർക്കറ്റിൽ 600 ആകുമ്പോൾ ഞാൻ 550 രൂപക്ക് ബൈ ചെയ്യും അല്ലേ? സോ അപ്പൊ കോൾ ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യും? എക്സസൈസ് ചെയ്യും. സോ കോൾ ഓപ്ഷനിൽ നിന്ന് നമുക്ക് 50 റുപ്പീസ് ലാഭം കിട്ടും, ഇൻറ്റു 100 500 റുപ്പീസ് ലാഭം. പുട്ട് ഓപ്ഷൻ ആകുമ്പോഴോ? സോ പുട്ട് ഓപ്ഷൻ ഈക്വൽ ടു പുട്ട് ഓപ്ഷൻ മാർക്കറ്റിൽ 600 ആകുമ്പോൾ നമ്മൾ 450 റുപ്യക്ക് സെല്ല് ചെയ്യോ? ഇല്ല. സോ പുട്ട് ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യും? ലാപ്സ് ചെയ്യും. സോ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് 500 രൂപയുള്ളൂ. ലെസ് നമ്മൾ പ്രീമിയം പേ ചെയ്തിട്ടുണ്ട്. പ്രീമിയം പെയ്ഡ് എത്രയാണ്? 3500. സോ നെറ്റ് ലോസ് ഈക്വൽ ടു 3000. നമുക്ക് 3000 രൂപ ലോസ് വരും. സോറി 5000 ആണ് അല്ലേ? 5000 ആകുമ്പോ പ്രോഫിറ്റ് ആണ് അല്ലേ? നെറ്റ് പ്രോഫിറ്റ് 1500. ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് 1500. തേർഡ് വണ്ണ് മനസ്സിലായില്ലേ? തേർഡ് വണ്ണ് സിമ്പിൾ. അതായത് മാർക്കറ്റിൽ 600 ആകുമ്പോൾ നമ്മളുടെ കോൾ ഓപ്ഷന്റെ എക്സസൈസ് പ്രൈസ് 550 അല്ലേ? കോൾ ഓപ്ഷന്റെ എക്സസൈസ് പ്രൈസ് 550 ആകും. മാർക്കറ്റിൽ 600 ആകുമ്പോൾ നമ്മൾ 550 രൂപക്ക് എന്ത് ചെയ്യും? എക്സസൈസ് ചെയ്യും. നമുക്ക് അവിടെ ഒരു 50 രൂപ നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പോൾ കോൾ ഓപ്ഷനിൽ നിന്ന് നമുക്ക് 5000 കിട്ടും. നമ്മൾ പുട്ട് ഓപ്ഷൻ ലാപ്സ് ചെയ്യും. കാരണം പുട്ട് ഓപ്ഷന്റെ എക്സസൈസ് പ്രൈസ് എന്ന് പറയുന്നത് 450 ആണ്. ഓക്കെ, പുട്ട് ഓപ്ഷന്റെ എക്സസൈസ് പ്രൈസ് 450 ആണ്. സോ അപ്പൊ അതുകൊണ്ട് നമ്മളത് എന്ത് ചെയ്യും? പുട്ട് ഓപ്ഷൻ നമുക്ക് ലാപ്സ് ചെയ്യേണ്ടി വരും. കാരണം മാർക്കറ്റിൽ 600 ആകുമ്പോൾ നമ്മൾ ഒരിക്കലും 450 രൂപക്ക് സെല് ചെയ്യൂലല്ലോ. അപ്പൊ പുട്ട് ഓപ്ഷൻ ലാപ്സ് ചെയ്യേണ്ടി വരും കേട്ടോ. മനസ്സിലായില്ലേ?
ഓക്കെ. സോ ഇനി മെയിൻ ആയിട്ട് നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യൂ ഓഫ് ഓപ്ഷൻ ആണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കേണ്ടത് കേട്ടോ. സോ ഈ വാല്യൂ ഓഫ് ഓപ്ഷൻസിൽ നമുക്ക് ഒരുപാട് മെത്തേഡ്സുകൾ ഉണ്ട് ഓപ്ഷൻസ്, അതായത് പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലേ. സോ പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സോ അതിൽ ഫസ്റ്റ് വൺ ഓപ്ഷൻ ഡെൽറ്റ മെത്തേഡ്. ഓപ്ഷൻ ഡെൽറ്റ മെത്തേഡ് നമ്മൾ പഠിക്കണം നിർബന്ധമായിട്ടും. രണ്ട് റിസ്ക് ന്യൂട്രൽ മെത്തേഡ്, ഇതും പഠിക്കണം. MCQ ഒക്കെ ആയിട്ട് റിസ്ക് ന്യൂട്രൽ മെത്തേഡ് വരാറുണ്ട്. ബൈനോമിയൽ മോഡൽ പഠിക്കണം, ബൈനോമിയൽ മോഡൽ പഠിക്കണം. സോ ഇത് ഈ 3 മെത്തേഡ് കൊണ്ടും നമുക്ക് കോൾ ഓപ്ഷൻ മാത്രം, അതായത് വാല്യൂ ഓഫ് കോൾ ഓപ്ഷൻ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വാല്യൂ ഓഫ് കോൾ ഓപ്ഷൻ മാത്രമേ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. പുട്ട് ഓപ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയൂല. സോ പിന്നെ നെക്സ്റ്റ് പുട്ട് കോൾ പാരിറ്റി തിയറി ഉണ്ട്. നെക്സ്റ്റ് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എല്ലാതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബ്ലാക്ക് ആൻഡ് ഷോൾസ് ഉണ്ട്. സോ അതങ്ങനെ ചോദിക്കാറില്ല. സോ ഇത് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ആറാമത്തത് പോർട്ട്ഫോളിയോ റിപ്ലിക്കേഷൻ മെത്തേഡ്. സോ ഇത് നമ്മൾ ഒരു MCQ ക്വസ്റ്റ്യൻ ഇതിൻ്റെ ചെയ്തിട്ടുണ്ട് അല്ലേ, പോർട്ട്ഫോളിയോ റിപ്ലിക്കേഷൻ മെത്തേഡ്. സോ ആൻഡ് ദ ലാസ്റ്റ് വൺ പ്രോബബിലിറ്റി ബേസ്ഡ് ഓൺ ഇൻട്രിൻസിക് വാല്യൂ. ബേസ്ഡ് ഓൺ ഇൻട്രിൻസിക് വാല്യൂ. ഓക്കെ. സോ അപ്പോൾ എക്സാമിന് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു മെത്തേഡ് എന്തായാലും എക്സാമിന് ചോദിക്കും, ഉറപ്പാണ്. അപ്പൊ ഈ മെത്തേഡ് നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് പോകണം. ഇതിന്റെ ഇക്വേഷൻസ് ആണ് വെച്ചെങ്കിലും ഈ മെത്തേഡ് നിങ്ങൾ എന്തായാലും ഈ മെത്തേഡ്സുകളൊക്കെ പഠിച്ചിട്ട് പോകണം. എന്നാലേ നമുക്ക് ആ ഒരു ഓപ്ഷൻസിലുള്ള 7 മാർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പ്ലസ് MCQ ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. ഓക്കെ. സോ അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഓരോ മെത്തേഡ്സുകളിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ചെയ്തു പോകാം. സോ നിർബന്ധമായിട്ട് നമ്മൾ ഇതൊക്കെ പഠിച്ചിരിക്കണം കേട്ടോ. സോ അതിൽ നോ എക്സ്ക്യൂസസ്. ബ്ലാക്ക് ആൻഡ് ഷോൾസ് പിന്നെ പഠിക്കണമെന്ന് വെച്ചാൽ ആ ഇക്വേഷൻ പഠിച്ചു പോയാൽ മതി. ആ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനേ വരുള്ളൂ കേട്ടോ. സോ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. പിന്നെ ഇതുവരെ എക്സാമിന് ചോദിച്ചിട്ടില്ല കേട്ടോ. ബ്ലാക്ക് ആൻഡ് ഷോൾസ് ഇതുവരെ എക്സാമിന് ചോദിച്ചിട്ടില്ല. മേ ബി ചോദിക്കാൻ ചാൻസ് വളരെ കുറവായിരിക്കും. ഓക്കെ. സോ നമുക്ക് നോക്കാം പ്രോബബിലിറ്റി. ആദ്യം പ്രോബബിലിറ്റി ബേസ്ഡ് ഓൺ ഇൻട്രിൻസിക് വാല്യൂ. പ്രോബബിലിറ്റി ബേസ്ഡ് ഓൺ ഇൻട്രിൻസിക് വാല്യൂ. സോ ഇവിടെ പ്രോബബിലിറ്റി ബേസ്ഡ് ഓൺ ഇൻട്രിൻസിക് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ നമുക്കിവിടെ ഒരുപാട് കറന്റ് മാർക്കറ്റ് പ്രൈസുകൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ഓക്കെ. സോ ഒന്നിൽ കൂടുതൽ മോർ ദാൻ 2 കറന്റ് മാർക്കറ്റ് പ്രൈസസുകൾ ഓൺ എക്സ്പയറി തന്നിട്ടുണ്ടാവും. മോർ ദാൻ 2 കറന്റ് മാർക്കറ്റ് പ്രൈസ് ഓൺ എക്സ്പയറി നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാകും, തന്നിട്ടുണ്ടാകും. സോ ഇതിൻ്റെയൊക്കെ പ്രോബബിലിറ്റി, ഇതൊക്കെ വരാനുള്ള പ്രോബബിലിറ്റീസും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും. സോ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ ഇൻട്രിൻസിക് വാല്യൂവിന്റെ പ്രോബബിലിറ്റി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വാല്യൂ ഓഫ് കോൾ ഓപ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ വാല്യൂ ഓഫ് കോൾ ഓപ്ഷൻ അല്ലെങ്കിൽ വാല്യൂ ഓഫ് പുട്ട് ഓപ്ഷൻ ആണെന്ന് വെച്ചെങ്കിലും ഇൻട്രിൻസിക് വാല്യൂ ഇൻറ്റു പ്രോബബിലിറ്റി ആണ് വാല്യൂ ഓഫ് കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. സോ ഓരോന്നിന്റെയും ഇൻട്രിൻസിക് വാല്യൂ ഇൻറ്റു പ്രോബബിലിറ്റി. അപ്പൊ നമുക്ക് എക്സ്പെക്റ്റഡ് ഇൻട്രിൻസിക് വാല്യൂ കിട്ടും അല്ലെ. എന്ത് കിട്ടും, എക്സ്പെക്റ്റഡ് ഇൻട്രിൻസിക് വാല്യൂ കിട്ടും. ഈ എക്സ്പെക്റ്റഡ് ഇൻട്രിൻസിക് വാല്യൂ ആണ് എന്ത്, നമ്മുടെ വാല്യൂ ഓഫ് കോൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ. സോ നമുക്കൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സോ ഇത് ഇതേപോലത്തെ ഒരു ഈ സെയിം മോഡൽ ക്വസ്റ്റ്യൻ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ജൂൺ 2025 ചോദിച്ചിട്ടുണ്ടായിരുന്നു. റിപ്പീറ്റഡ് ആയിട്ടും എക്സാമിന് ചോദിക്കും കേട്ടോ. കഴിഞ്ഞ വട്ടം ചോദിച്ചു എന്ന് വിചാരിച്ചിട്ട് ഇപ്രാവശ്യം ചോദിക്കാതിരിക്കണം എന്നില്ല. കാരണം അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ വട്ടം ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഈ പ്രാവശ്യം പഠിക്കണ്ട എന്നുള്ളൊരു മെന്റാലിറ്റി വേണ്ട. എല്ലാതും പഠിച്ചു പോയിക്കൊണ്ട്, കാരണം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. സോ യു ആസ് ആൻ ഇൻവെസ്റ്റർ ഹാഡ് പർച്ചേസ്ഡ് 4-month കോൾ ഓപ്ഷൻ on equity shares of H Limited of 10, of which current market price is 132. Okay. Exercise price is 150. You expect a price range between 120 to 190. നമ്മളിവിടെ പ്രീമിയം ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്.
അപ്പൊ ഇവിടെ ഈ ഒരു പിന്നെ കോൾ ഓപ്ഷന്റെ പ്രൈസ് എക്സൈസ് പ്രൈസ് ഈ ഒരു 120 to 190 ആകാം എക്സ്പയറി ഡേറ്റിൽ. എക്സ്പെക്ടഡ് പ്രൈസുകൾ 120 ആകാം, 140 ആകാം, 160 ആകാം, 180 ആകാം, 190 ആകാം. സോ അതിന്റെയൊക്കെ പ്രോബബിലിറ്റീസ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. സോ കമ്പ്യൂട്ട് ദ ഫോളോയിങ്. സോ ഫസ്റ്റ് വൺ, എക്സ്പെക്ടഡ് ഷെയർ പ്രൈസ് അറ്റ് ദി എൻഡ് ഓഫ് 4 months. 4 മാസം കഴിഞ്ഞിട്ടുള്ള എക്സ്പെക്ടഡ് പ്രൈസ് എത്രയാന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? 120 into 0.05. എക്സ്പെക്ടഡ് പ്രൈസ് എന്ന് പറയുമ്പോൾ പ്രൈസ് ഇൻറ്റു പ്രോബബിലിറ്റിയുടെ സം ആണ് എന്ത് എക്സ്പെക്ടഡ് പ്രൈസ് എന്ന് പറയുന്നത് കേട്ടോ. പ്രൈസ് ഇൻറ്റു പ്രോബബിലിറ്റിയുടെ സം ആണ്. സോ 120 into 0.05 പ്ലസ് 140 into 0.2 പ്ലസ് 160 into 0.5 പ്ലസ് 180 into 0.1 പ്ലസ് 190 into 0.15. എത്ര വരും? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയോ? $160.5 അല്ലേ? സോ ഫസ്റ്റത്തെ ആൻസർ 160.5 ആണ് കേട്ടോ. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാല്യൂ ഓഫ് കോൾ ഓപ്ഷൻ അറ്റ് ദ എൻഡ് ഓഫ് 4 months ഇഫ് എക്സസൈസ് പ്രൈസ് പ്രിവൈൽസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സോ അപ്പൊ നമുക്കറിയാം നമ്മളുടെ കോൾ ഓപ്ഷൻ എപ്പോഴും എക്സസൈസ് ചെയ്യുക എന്ന് പറയുന്നത്, കോൾ ഓപ്ഷൻ എപ്പോഴും എക്സസൈസ് പ്രൈസ് എന്ന് പറയുന്നത് എക്സസൈസ് പ്രൈസിനെക്കാട്ടിലും മുകളിലാണ് നമ്മളുടെ കറന്റ് മാർക്കറ്റ് പ്രൈസ് എന്നുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സസൈസ് പ്രൈസ് 200 ആണ്, കറന്റ് മാർക്കറ്റ് പ്രൈസ് 300 ആണ്. ഈ സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, കോൾ ഓപ്ഷൻ എക്സസൈസ് ചെയ്യുള്ളൂ അല്ലെ. അറ്റ് ദി എൻഡ് ഓഫ് 4 months ആണല്ലോ എക്സസൈസ് ചെയ്യുന്ന സമയം. അപ്പൊ ആ ഈ എൻഡില് എപ്പോഴും കോൾ ഓപ്ഷൻ അറ്റ് ദി എൻഡ് എന്ന് ചോദിക്കുമ്പോൾ അവർ പ്രോഫിറ്റ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കോൾ ഓപ്ഷൻ അറ്റ് ദി എൻഡ് എന്ന് ചോദിക്കുമ്പോൾ പ്രോഫിറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. വാല്യൂ ഓഫ് കോൾ ഓപ്ഷൻ അറ്റ് ദി എൻഡ് എന്ന് ചോദിക്കുമ്പോൾ കോൾ ഓപ്ഷന്റെ പ്രോഫിറ്റ്, അതായത് കോൾ ഓപ്ഷനിൽ നിന്ന് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്, കോൾ ഓപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് വാല്യൂ, എന്ത് പ്രോഫിറ്റ് ആണ് കിട്ടുന്നത് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എക്സസൈസ് പ്രൈസ് ആണ് എക്സസൈസ് പ്രൈസിനെക്കാട്ടും കറന്റ് മാർക്കറ്റ് പ്രൈസ്. ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ എന്താ പറയാ, ഇവിടെ കറന്റ് മാർക്കറ്റ് പ്രൈസ് ആണ് പ്രിവൈൽ ചെയ്ത് നിൽക്കുന്നത്, അതായത് മുകളിൽ നിൽക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് എക്സസൈസ് പ്രൈസ് ആണ് പ്രിവൈൽ ചെയ്ത് നിൽക്കുന്നുണ്ട് വെച്ചെങ്കിലോ, അതായത് എക്സസൈസ് പ്രൈസ് ആണ് 300, നമ്മളുടെ പിന്നെ കറന്റ് മാർക്കറ്റ് പ്രൈസ് ആകെ എത്രയേ ഉള്ളൂ, 200 ഉള്ളൂ. അപ്പൊ മാർക്കറ്റിൽ 200 ആകുമ്പോൾ 300 റുപ്യക്ക് എക്സസൈസ് ചെയ്യോ? ഇല്ല. അപ്പൊ എക്സസൈസ് പ്രൈസ് പ്രിവൈൽ ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കോൾ ഓപ്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും കേട്ടോ. കാരണം നമ്മൾ അവിടെ ലാപ്സ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, നമ്മൾ അവിടെ ലാപ്സ് ചെയ്യാണ് ചെയ്യുക. അതുകൊണ്ട് കോൾ ഓപ്ഷന്റെ വാല്യൂ 0 ആണ്. കോൾ ഓപ്ഷന്റെ വാല്യൂ 0 ആണ്. എക്സസൈസ് പ്രൈസ് ആണ് പ്രിവൈൽ ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ലാപ്സ് ചെയ്യും. അതുകൊണ്ട് കോൾ ഓപ്ഷന്റെ വാല്യൂ 0 ആണ്. ഡൗട്ട് ഉണ്ടോ? ഹലോ, ഒന്നുകൂടെ പറയോ? ഒന്നുമില്ല, സിമ്പിൾ ആണ്. അതായത് ഇങ്ങനെ ഇപ്പൊ പറയാം, ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് നമ്മൾ എപ്പോഴാണ് കോൾ ഓപ്ഷൻ എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. കോൾ ഓപ്ഷനിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സസൈസ് പ്രൈസിനെക്കാട്ടിലും മുകളിലായിരിക്കണം നിങ്ങളുടെ കറന്റ് മാർക്കറ്റ് പ്രൈസ് ഉണ്ടായിരിക്കേണ്ടത്. എന്നാലേ നിങ്ങൾ കോൾ ഓപ്ഷനിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ, നിങ്ങൾ എക്സസൈസ് ചെയ്യുള്ളൂ. നേരെ മറിച്ച് എക്സസൈസ് പ്രൈസ് ആണ് പ്രിവൈൽ ചെയ്ത് നിൽക്കുന്നത്, എക്സസൈസ് പ്രൈസ് ആണ് പ്രിവൈൽ ചെയ്ത് നിൽക്കുന്നത് വെച്ചാൽ എക്സസൈസ് പ്രൈസ് ആണ് കൂടി നിൽക്കുന്നത് കറന്റ് മാർക്കറ്റ് പ്രൈസിനെക്കാട്ടും എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യും, നമ്മളുടെ കോൾ ഓപ്ഷൻ നമ്മൾ ലാപ്സ് ചെയ്യും. കോൾ ഓപ്ഷനിൽ നിന്നുള്ള വാല്യൂ ഫ്രം കോൾ ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഒരു വാല്യൂം ഉണ്ടാവില്ല. സോ കോൾ ഓപ്ഷന്റെ വാല്യൂ 0 ആയിരിക്കും. എക്സസൈസ് പ്രൈസ് ആണ് മാർക്കറ്റ് പ്രൈസിനെക്കാട്ടും പ്രിവൈൽ ചെയ്ത് നിൽക്കുന്നത് എങ്കിൽ കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശ്രദ്ധിക്കട്ടോ, ഇൻ കേസ് ദ ഓപ്ഷൻ ഈസ് ഹെൽഡ് ടു ഇറ്റ്സ് മെച്യൂരിറ്റി. ഇനി നിങ്ങൾ മെച്യൂരിറ്റി വരെ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഓപ്ഷൻ അതായത് പ്രീമിയം കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മൈനസിൽ വേണമെങ്കിൽ എഴുതാം കേട്ടോ. സോ ഇനി
ഓപ്ഷൻ നിങ്ങൾ മെച്യൂരിറ്റി വരെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് കോൾ ഓപ്ഷൻ, അതായത് കോൾ ഓപ്ഷന്റെ പ്രീമിയം എത്രയാണ് എന്നുള്ളതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ കോൾ ഓപ്ഷന്റെ പ്രീമിയം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? സോ നമ്മൾ ഓരോ പ്രൈസിന്റെയും ഇൻട്രൻസിക് വാല്യൂ എടുത്തിട്ട് ആ ഇൻട്രൻസിക് വാല്യൂ എക്സ്പെക്ടഡ് ഇൻട്രൻസിക് വാല്യൂ ഇൻറ്റു പ്രോബബിലിറ്റി ആണ് എടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, സം ഓഫ് എക്സ്പെക്ടഡ് ഇൻട്രൻസിക് വാല്യൂ ഇൻറ്റു പ്രോബബിലിറ്റി ആണ് എടുക്കേണ്ടത്. സോ അപ്പോൾ നമ്മൾ ഓരോന്നും എടുക്കണം. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഒരു ടേബിൾ ആക്കിയിട്ട് ചെയ്യാം. സോ എക്സ്പെക്ടഡ് പ്രൈസ് 120, 140, 160, 180, 190. സോ കറണ്ട് മാർക്കറ്റ് പ്രൈസ്, സോറി ഇൻട്രൻസിക് വാല്യൂ, നമ്മളുടെ എക്സസൈസ് പ്രൈസ് എത്രയായിരുന്നു ക്വസ്റ്റ്യനിൽ? എക്സസൈസ് പ്രൈസ് 150 ആയിരുന്നു അല്ലേ? ഓക്കെ, സോ മാർക്കറ്റിൽ 120 ആകുമ്പോൾ നമ്മൾ 150ക്ക് ബൈ ചെയ്യോ? ഇല്ല. മാർക്കറ്റിൽ 140 ആകുമ്പോൾ നമ്മൾ 150ക്ക് ബൈ ചെയ്യോ? ഇല്ല. 160 ആകുമ്പോൾ 150ക്ക് ബൈ ചെയ്യോ? ബൈ ചെയ്യും, 10 രൂപ. 180 ആകുമ്പോൾ 150ക്ക് ബൈ ചെയ്യോ? ബൈ ചെയ്യും. 190 ആകുമ്പോൾ 150ക്ക് ബൈ ചെയ്യോ? ബൈ ചെയ്യും. സോ ഇൻട്രൻസിക് വാല്യൂ 10, 30, 40. സോ പ്രോബബിലിറ്റീസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.05, 0.2, 0.5, 0.1, 0.15. സോ ഇനി ഇൻട്രൻസിക് വാല്യൂ ഇൻറ്റു പ്രോബബിലിറ്റി എടുക്കുക, സം എടുക്കുക കേട്ടോ. ഒന്ന് ടോട്ടൽ ചെയ്തിട്ടൊന്ന് പറഞ്ഞേ. ഒന്ന് ടോട്ടൽ എടുത്തിട്ടൊന്ന് പറയട്ടോ. ഫോർട്ടീൻ കിട്ടി അല്ലേ? ആൻസർ 14 ആണ് കേട്ടോ. സോ വാല്യൂ ഓഫ് കോൾ ഈക്വൽ ടു 14. സോ ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ സിമ്പിൾ ആണ്. കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് കഴിഞ്ഞ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ സിമ്പിൾ തന്നെ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഉള്ളത് ബൈനോമിയൽ മോഡൽ വെച്ചിട്ടും റിസ്ക് ന്യൂട്രൽ മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബൈനോമിയൽ മോഡൽ ആണെന്നുണ്ടെങ്കിലും റിസ്ക് ന്യൂട്രൽ. സോ നമ്മളിവിടെ 3 മെത്തേഡ് ഉണ്ടല്ലോ, അതായത് ഓപ്ഷൻ ഡെൽറ്റ, അതേപോലെ തന്നെ ബൈനോമിയൽ മോഡൽ, അതേപോലെ തന്നെ റിസ്ക് ന്യൂട്രൽ മോഡൽ. ഓക്കെ, സോ ഈ 3 മെത്തേഡിന്റെയും ആൻസർ സെയിം ആയിരിക്കും കേട്ടോ. സോ ഇതിന്റെ ആൻസർ സെയിം ആയിരിക്കും. സോ ഈ ക്വസ്റ്റ്യനിലും അത് ചോദിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്തിട്ട് അണ്ടർ ബോത്ത് മോഡൽസും സെയിം ആണ് എന്ന് നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സോ 2 മോഡൽ വെച്ചിട്ടും എന്താ പറയാ ചെയ്തിട്ട് 2 മോഡലിന്റെയും ആൻസർ സെയിം ആണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതാക്കണം. എന്താ പ്രീമിയം എന്ന് ചോദിച്ചിട്ടുള്ളത്? എന്താണ് ചോദിച്ചത്? പ്രീമിയം എന്ന് വെച്ചാൽ എന്താ? ഓക്കെ, സോ അപ്പൊ നിങ്ങൾക്ക് ബൈനോമിയൽ മോഡൽ ഓർമ്മ ഉണ്ടോ? ബൈനോമിയൽ മോഡലൊക്കെ മറന്നോ? എന്താണ് അവസ്ഥ? ബൈനോമിയൽ മോഡല്, സോ നമുക്കറിയാം ഈ 3 മെത്തേഡ് ആണെന്നുണ്ടെങ്കിലും സോ ഇവിടെ 2 പോസിബിൾ പ്രൈസസ് ആയിരിക്കും ഉണ്ടാകുക. ദർ ആർ 2 പോസിബിൾ പ്രൈസസ് അല്ലേ? സോ ഒന്ന് FP1ഉം
FP1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാബ്സ് പൊസിഷൻ ആയിരിക്കും. അതേപോലെ തന്നെ FP2 ഉണ്ടാകും, ഫ്യൂച്ചർ പ്രൈസ് 2. സോ ഇത് എക്സസൈസിങ് പൊസിഷനും ആയിരിക്കും ഉണ്ടാകുക. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ തന്നെ എന്തുണ്ട്, രണ്ട് എന്താ പറയാ പ്രൈസ് ഉണ്ട്. സോ ഒരു 537 കണ്ടോ, മാക്സിമം പ്രൈസ് എക്സ്പെക്ടഡ് ഇൻ 3 months ടൈം ഒന്നില്ലെങ്കിൽ 537 ആകാം, അല്ലെങ്കിൽ 390 ആകാം എന്നാണ് പറയുന്നത്. നമ്മളെ സ്ട്രൈക്ക് പ്രൈസ് 462 ആണ്. അപ്പൊ എപ്പോഴും കോൾ ഓപ്ഷനിൽ 462-നേക്കാട്ടും മുകളിൽ പോകുന്നത് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക, എക്സസൈസ് ചെയ്യുക. 462-നേക്കാട്ടും താഴെ പോകുന്നത് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും, ലാബ്സ് ചെയ്യാണ് ചെയ്യുക. കോൾ ഓപ്ഷനിൽ എക്സസൈസ് പ്രൈസിനെക്കാട്ടും മുകളിൽ പോകുമ്പോൾ മാത്രമാണ് നമ്മൾ എക്സസൈസ് ചെയ്യുക. എക്സസൈസ് പ്രൈസിനെക്കാട്ടും താഴെ പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ലാബ്സ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ ഇവിടെ എക്സസൈസ് പ്രൈസിനെക്കാട്ടും മുകളിൽ പോകുന്ന പ്രൈസ് എന്ന് പറയുന്നത് 537 ആണ്. അപ്പൊ അതാണ് എക്സസൈസിങ് പൊസിഷൻ. സോ അത് 537, എക്സസൈസിങ് പൊസിഷൻ 537. സോ നമ്മളുടെ താഴെ പോകുമ്പോൾ നമ്മൾ ലാബ്സ് ചെയ്യും, അത് 390 ആണ്. സോ 390 ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ലാബ്സ് ചെയ്യും. ഓക്കെ, സോ അപ്പൊ FP1 കിട്ടി, FP2 കിട്ടി. സോ ഇനി ബൈനോമിയൽ മോഡൽ ആണെന്ന് വെച്ചെങ്കിൽ വാല്യൂ ഓഫ് കോൾ ഈക്വൽ ടു, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, CU ഇൻറ്റു F-D ഡിവൈഡഡ് ബൈ U-D പ്ലസ് CD ഇൻറ്റു U-F ഡിവൈഡഡ് ബൈ U-D ഡിവൈഡഡ് ബൈ e⁻RT ആണ് കേട്ടോ. സോ ഇതിൽ CU എന്ന് പറയുന്നത് ഇൻട്രൻസിക് വാല്യൂ ഓഫ് FP2 ആണ്. CD എന്ന് പറയുന്നത് ഇൻട്രൻസിക് വാല്യൂ ഓഫ് FP1 ആണ്. ഓക്കെ, സോ F എന്ന് പറയുന്നത് e⁻RT ആണ്. D എന്ന് പറയുന്നത് FP1 ഡിവൈഡഡ് ബൈ SP0 ആണ്. U എന്ന് പറയുന്നത് FP2 ഡിവൈഡഡ് ബൈ SP0 ആണ്. സോ ഇതാണ് ബൈനോമിയൽ മോഡൽ പ്രകാരമുള്ള വാല്യൂ ഓഫ് കോൾ കേട്ടോ. ബൈനോമിയൽ മോഡൽ പ്രകാരമുള്ള വാല്യൂ ഓഫ് കോൾ, ബൈനോമിയൽ മോഡൽ പ്രകാരമുള്ള വാല്യൂ ഓഫ് കോൾ. ഓക്കെ, ശരി, നമ്മൾ ആ ഇക്വേഷൻസ് ഒന്ന് പെട്ടെന്നൊന്ന് ചെയ്യണം കേട്ടോ. നമ്മളൊന്ന് റിപ്പീറ്റ് ചെയ്യാം ജസ്റ്റ്, കാരണം എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ ഇതൊക്കെ. സോ CU ഈക്വൽ ടു ഇൻട്രൻസിക് വാല്യൂ ഓഫ് FP2. സോ നമ്മളുടെ FP2 എന്ന് പറയുന്നത് 537 മൈനസ് 462 ആണ് അല്ലേ. മാർക്കറ്റ് പ്രൈസിൽ 537 അല്ലേ ഉണ്ടാവുക. അപ്പോൾ 537 മൈനസ് 462 ആയിരിക്കും CU FP2 എന്ന് പറയുന്നത്. സോ എത്ര വരിക, 537 മൈനസ് 462, സോ 75 വരും. സോ CD ഈക്വൽ ടു ഇൻട്രൻസിക് വാല്യൂ ഓഫ് FP1 ആണ്. FP1 എന്ന് പറയുന്നത് നമ്മൾ ലാബ്സ് ചെയ്യാൻ ചെയ്യുക, സോ അതിന്റെ 0 ആയിരിക്കും. സോ ഇനി D എന്ന് പറയുന്നത് e⁻RT ആണ്. സോ e⁻RT ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1.0228. ഓക്കെ, സോ D എന്ന് പറയുന്നത് FP1 ഡിവൈഡഡ് ബൈ SP0 ആണ്. സോ 390 ഡിവൈഡഡ് ബൈ SP0 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും. SP0 എന്ന് പറയുന്നത് ഇവിടെ 432 ആണ്. 390 ഡിവൈഡ് ബൈ 432. സോ 0.903. സോ U എന്ന് പറയുന്നത് FP2 ഡിവൈഡഡ് ബൈ SP0 ആണ്. സോ 537 ഡിവൈഡ് ബൈ 432. സോ 1.2431. സോ ഇനി CU ഇൻറ്റു വാല്യൂ ഓഫ് കോൾ ഈക്വൽ ടു CU ഇൻറ്റു 75 ഇൻറ്റു 1.0228 F-D divided by U-D plus 0. മറ്റേത് എന്തായാലും ഇൻട്രൻസിക് വാല്യൂ 0 ആവുകൊണ്ട് എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലും 0 വരുള്ളൂ കേട്ടോ.
462 അല്ലേന്നോ? ഏതായിരുന്നു 462? ഡിവൈഡഡ് ബൈ ഇ റൈസ് ടു ആർ ടി, അതായത് ഡിവൈഡ് ബൈ 1.0228. പക്ഷെ എത്ര ഒരു ആൻസർ? ആരെങ്കിലും ഒരാൾ ആൻസർ പറയോ? $25.83 കറക്റ്റ്, കുഴപ്പമില്ല. 25.83 വരും അല്ലേ? സോ ഇനി നെക്സ്റ്റ് റിസ്ക് ന്യൂട്രൽ മെത്തേഡ് വെച്ചിട്ട് കൂടി ചെയ്യണം കേട്ടോ. റിസ്ക് ന്യൂട്രൽ മെത്തേഡ് വെച്ചിട്ട് കൂടി ചെയ്യണം. റിസ്ക് ന്യൂട്രൽ മെത്തേഡ് ERT കാണുമ്പോൾ പീരിയഡ് ഇൻറ്റു റേറ്റ് ചെയ്യണ്ടേ? സോ അത് ആൾറെഡി ഇ റൈസ് ടു ആർ ടിയുടെ വാല്യൂ ആണ് തന്നിട്ടുള്ളത് കേട്ടോ. അതായത് ഇ റൈസ് ടു 09 ഇൻറ്റു 3/12 വാല്യൂ ആണത് കേട്ടോ. ആൾറെഡി അതിന്റെ വാല്യൂ ആണിത്. ഇ റൈസ് ടു ആർ ടിയുടെ വാല്യൂ ആണിത് 1.0228. ആൾറെഡി റേറ്റ് ഇൻറ്റു പീരിയഡ് ചെയ്തതിന്റെ വാല്യൂ ആണ് തരിക കേട്ടോ ക്വസ്റ്റ്യനിൽ എപ്പോഴും. നെക്സ്റ്റ് റിസ്ക് ന്യൂട്രൽ മെത്തേഡ്. റിസ്ക് ന്യൂട്രൽ മെത്തേഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. നമ്മൾ ഇന്നലെയും ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ജസ്റ്റ് റിസ്ക് ന്യൂട്രൽ മെത്തേഡ് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. സോ VC1 ഇൻറ്റു P1 പ്ലസ് VC2 ഇൻറ്റു P2 ഡിവൈഡഡ് ബൈ ഇ റൈസ് ടു ആർ ടി. സോ VC1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രൻസിക് വാല്യൂ ഓഫ് FP1, അതായത് ലോവർ പ്രൈസ്. ഓക്കെ, സോ VC2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രൻസിക് വാല്യൂ ഓഫ് FP2, അതായത് ഹയർ പ്രൈസ്. സോ ഇത് നമുക്ക് ആൾറെഡി അറിയാം. VC1ൻ്റെത് 75 ആണ്. VC2 എന്ന് പറയുന്നത് VC1 0 ആണ്, ഇൻട്രൻസിക് വാല്യൂ 0 ആണ്. സോ ഇതിൻ്റെത് FP2 75 ആണ്. ഇത് നമ്മൾ ആൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ? സോ ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? പിന്നെ P1ഉം P2, P1 ആൻഡ് P2 ആർ പ്രോബബിലിറ്റീസ്. സോ ഇത് പ്രോബബിലിറ്റീസ് ആണ്. സോ ആ പ്രോബബിലിറ്റീസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സോ അത് നമ്മൾ ഇ റൈസ് ടു ആർ ടി -1 ഈക്വൽ ടു ചേഞ്ച് ഇൻ FP1 ഇൻറ്റു P1 പ്ലസ് ചേഞ്ച് ഇൻ FP2 ഇൻറ്റു P2. ഓക്കെ, P2ന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? P2ന് പകരം ഞാൻ ഇവിടെ 1 - P1 എടുക്കുന്നു കേട്ടോ. 1 - P1. സോ ചേഞ്ച് ഇൻ FP1 എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ FP1 ഈക്വൽ ടു FP1 മൈനസ് SP0 ഡിവൈഡ് ബൈ SP0. FP1 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നത് FP1 ലോവർ പ്രൈസ് ആണ്. FP1 390. സോ 390 മൈനസ് 432 ഡിവൈഡ് ബൈ 432. സോ ചേഞ്ച് ഇൻ FP2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FP2 മൈനസ് SP0 ഡിവൈഡ് ബൈ SP0 ആണ്. സോ FP2 എന്ന് പറയുന്നത് 537 ആണ്. സോ 537 മൈനസ്
432 ഡിവൈഡ് ബൈ 432. മൈനസ് 0.0972. So 0.243. So ഇനി e raised to rt 1.0228 minus 1 equal to change in fp1 minus 0.0972 into p1 plus 0.243 into 1 minus p1. So ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ p1 ഉം p2 ഉം കിട്ടും കേട്ടോ. സോ ഒന്ന് ചെയ്തിട്ടോ, എൻ്റെ ഒപ്പം തന്നെ ചെയ്തു പോണേ, ഞാൻ ആരും വെയിറ്റ് ചെയ്യൂല കേട്ടോ. ഡൗട്ട് ഉണ്ടെച്ചെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് ചാറ്റ് ചെയ്താൽ മതി, എനിക്ക് കാണാൻ പറ്റും. 0.0972 p1 plus 0.243 minus 0.243 p1. Minus 0.3402. Minus 2202 p1. സോ നമുക്ക് ഏകദേശം ഒരു 65% ആണ് കിട്ടുക അല്ലേ. സോ p1 ഈക്വൽ ടു 65%, p2 ഈക്വൽ ടു 35%. സോ ഇനി വാല്യൂ ഓഫ് കോൾ ഈക്വൽ ടു 0 ഇൻറ്റു 0.65 പ്ലസ് 75 ഇൻറ്റു 0.35 ഡിവൈഡഡ് ബൈ 1.0228 അല്ലേ. സോ ഇതാണ് വാല്യൂ ഓഫ് കോൾ. So 25.67 ആയിരിക്കും ആൻസർ കിട്ടുക. ഏത് 0.243 മൈനസ് ചെയ്യണ്ടായിരുന്നോ? മൈനസ് ചെയ്തല്ലോ. മൈനസ് ചെയ്തിട്ടാണ് 0.2202 കിട്ടിയത്. മനസ്സിലായില്ലേ? ചെയ്ത് കഴിഞ്ഞാൽ പറയണേ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാനാണ്. സോ ഇറ്റ് ഈസ് ജസ്റ്റിഫൈഡ് ദാറ്റ് the value from binomial model and risk neutral model are same. Binomial model and risk neutral model are same. Binomial model and risk neutral model are same. So കഴിഞ്ഞാ പറയണേ.
ഓക്കെ, നെക്സ്റ്റ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9 എടുക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 9. Okay, so the shares of Godsin Limited are presently trading at a price of 540. After 3 months, the price will be either 600 or 480. ഒന്നില്ലെങ്കിൽ 600 രൂപയാകാം, അല്ലെങ്കിൽ 480 താവാം. So and their respective probability 60% and 40% ആണ്. ഒന്നില്ലെങ്കിൽ അത് 60% 600 ആകാനുള്ള പ്രോബബിലിറ്റി 60%, 480 ആവാനുള്ള പ്രോബബിലിറ്റി ആണ് 40%. There is a call option on shares that can be exercised only at the end of 3 months at an exercise price of 510. So ഇതാണ് exercise price. Risk free rate of interest 6%. So per annum അതാണ് 6. So assume no dividend in the interim period എന്നാണ് പറഞ്ഞിട്ടുള്ളത്. So determine the value of 3-month call option using binomial model option delta method. So option delta method ബൈനോമിയൽ മോഡൽ വെച്ചിട്ട് ചെയ്താലും ഓപ്ഷൻ ഡെൽറ്റ മെത്തേഡ് ചെയ്താലും സെയിം ആൻസർ ആണ് കിട്ടുക. സോ നിങ്ങൾക്ക് ഓപ്ഷൻ ഡെൽറ്റ മെത്തേഡ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഞാനിപ്പോൾ നേരത്തെ ബൈനോമിയൽ മോഡൽ വെച്ചിട്ട് ചെയ്തു. സോ ഇനി ഓപ്ഷൻ ഡെൽറ്റ മെത്തേഡിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയോ? എന്താ ഓപ്ഷൻ ഡെൽറ്റ മെത്തേഡിന്റെ ഇക്വേഷൻ? ഓക്കെ, സോ നോക്കാം. ഓപ്ഷൻ ഡെൽറ്റ മെത്തേഡിന്റെ ഇക്വേഷൻ വാല്യൂ ഓഫ് കോൾ ഈക്വൽ ടു ഡെൽറ്റ ഇൻറ്റു SP0 മൈനസ് FP1 ഡിവൈഡഡ് ബൈ ഇ റൈസ് ടു ആർ ടി ആണ് കേട്ടോ. ഓപ്ഷൻ ഡെൽറ്റ മെത്തേഡിന്റെ ഇക്വേഷൻ, ഓപ്ഷൻ ഡെൽറ്റ മെത്തേഡ്. ഓക്കെ, സോ ഡെൽറ്റ ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇൻട്രിൻസിക് വാല്യൂ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഫ്യൂച്ചർ പ്രൈസ് ആണ് കേട്ടോ. ചേഞ്ച് ഇൻ ഫ്യൂച്ചർ പ്രൈസ് ആണ്. ചേഞ്ച് ഇൻ ഇൻട്രിൻസിക് വാല്യൂ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ഫ്യൂച്ചർ പ്രൈസ്. സോ അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ രണ്ട് FP1 ഉണ്ട്, FP2 ഉണ്ട്. സോ FP1 എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, FP1 എന്ന് പറയുന്നത് ലാപ്സ് പൊസിഷൻ ആണ്. FP2 എന്ന് പറയുന്നത് എക്സസൈസ് ചെയ്യുന്ന പൊസിഷനുമാണ്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ ചെറിയ പ്രൈസ് ആയതാണോ അതാണ് ലാപ്സ് ചെയ്യുന്ന പൊസിഷൻ. സോ 480 അല്ലേ? സോ 480 ആണ് ലാപ്സ് ചെയ്യുന്ന പൊസിഷൻ, 600 ആണ് എക്സസൈസ് ചെയ്യുന്ന പൊസിഷൻ. ഓക്കെ, സോ അപ്പോൾ ലാപ്സ് ചെയ്യുന്ന പൊസിഷൻ 480ഉം എക്സസൈസ് ചെയ്യുന്ന പൊസിഷൻ 600ഉം. സോ ഇതിന്റെ ഇൻട്രിൻസിക് വാല്യൂ നോക്കുമ്പോൾ 480 ആണെന്ന് വെച്ചാൽ നിങ്ങൾ ലാപ്സ് ചെയ്യാണ് ചെയ്യുക, അപ്പോൾ ഇൻട്രിൻസിക് വാല്യൂ 0 ആയിരിക്കും. സോ ഇവിടെ എക്സസൈസ് പ്രൈസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 510 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എക്സസൈസ് പ്രൈസ്. സോ അതുകൊണ്ട് തന്നെ ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 600 ആകുമ്പോൾ 510 മൈനസ് 600, സോ 90 ആയിരിക്കും ഇവിടെ ഇൻട്രിൻസിക് വാല്യൂ വരിക. ഓക്കെ, സോ അപ്പോൾ ഡെൽറ്റ ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇൻട്രിൻസിക് വാല്യൂ 90 മൈനസ് 0 ഡിവൈഡഡ് ബൈ 600 മൈനസ് 480. So 90 divided by 600 minus 480. So 120. Okay, 90 by 120. So 0.75 ആണ് എന്ത്? ഡെൽറ്റ എന്ന് പറയുന്നത് കേട്ടോ. 0.75 ആണ് ഡെൽറ്റ എന്ന് പറയുന്നത്. സോ ഇനി എങ്ങനെ വാല്യൂ ഓഫ് കോൾ കാൽക്കുലേറ്റ് ചെയ്യാം? സോ ഇത് വെച്ചിട്ട് വാല്യൂ ഓഫ് കോൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. സോ വാല്യൂ ഓഫ് കോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? വാല്യൂ ഓഫ് കോൾ ഈക്വൽ ടു ഡെൽറ്റ 0.75 ഇൻറ്റു SP0.
SP0 ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 540 മൈനസ് FP1 divided by e raised to RT. E raised to 6% into 3/12. സോ ഒന്ന് കണ്ടുപിടിക്കോ എത്രയാണ് വരിക എന്നുള്ളത്? ഒന്ന് കണ്ടുപിടിക്കൂ. So e raised to 0.6 into 3/12 നോക്കുമ്പോൾ e raised to 0.01. സോ ഇതെടുത്താൽ മതി കേട്ടോ. e raised to 0.15 ഇവിടെ തന്നിട്ടുണ്ടല്ലോ ക്വസ്റ്റ്യനിൽ. മൂന്നാമത്തെ റേറ്റ് തന്നിട്ടുണ്ടല്ലോ, അതെടുത്താൽ മതി കേട്ടോ. e raised to 0.15 റേറ്റ്. സോ അത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഒന്ന് ചെയ്തിട്ട് പറയൂ കേട്ടോ. ആരെങ്കിലും ഒരാൾ ഉത്തരം പറയണേ. കിട്ടിയോ? 50.36 അല്ലേ? 50.36. ഓക്കെ, കറക്റ്റ്. സോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റിന് അതിലെന്താ ചോദിച്ചിട്ടുള്ളത് വെച്ചാൽ, അസസ് ദി വാല്യൂ ഓഫ് പുട്ട് ഓപ്ഷൻ അണ്ടർ പുട്ട് കോൾ പാരിറ്റി തിയറി. സോ പുട്ട് കോൾ നിങ്ങൾക്കറിയാലോ, ബൈനോമിയൽ മോഡൽ വെച്ചിട്ടും ഓപ്ഷൻ ഡെൽറ്റ മെത്തേഡ് വെച്ചിട്ടൊക്കെ നമുക്ക് കോൾ ഓപ്ഷന്റെ വാല്യൂ മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അറിയാലോ. അപ്പോൾ ഇനി പുട്ട് ഓപ്ഷന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. പുട്ട് കോൾ പാരിറ്റി എങ്ങനെ, എന്താ പുട്ട് കോൾ പാരിറ്റി തിയറിയുടെ ഇക്വേഷൻ? സോ പുട്ട് കോൾ പാരിറ്റി തിയറിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് വാല്യൂ ഓഫ് കോള് പ്ലസ് പ്രസന്റ് വാല്യൂ ഓഫ് എക്സസൈസ് പ്രൈസ് ഈക്വൽ ടു വാല്യൂ ഓഫ് പുട്ട് പ്ലസ് SP0 ആണ് കേട്ടോ. സോ ഇതാണ് പുട്ട് കോൾ പാരിറ്റി തിയറി. പുട്ട് കോൾ പാരിറ്റി തിയറി. പുട്ട് കോൾ പാരിറ്റി തിയറി. സോ അപ്പോൾ വാല്യൂ ഓഫ് കോൾ നമ്മൾ കണ്ടുപിടിച്ചു 50.36 പ്ലസ് വാല്യൂ ഓഫ് പുട്ട്, സോറി എക്സസൈസ് പ്രൈസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ എത്രയായിരുന്നു എക്സസൈസ് പ്രൈസ് ഉണ്ടായിരുന്നത്? എക്സസൈസ് പ്രൈസ് 510 അല്ലേ? സോ അപ്പോൾ 510 ഡിവൈഡഡ് ബൈ e raised to 0.015 ഈക്വൽ ടു വാല്യൂ ഓഫ് പുട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്ലസ് SP0 540. സോ ഇതൊന്ന് കണ്ടുപിടിക്കണം കേട്ടോ. എത്ര വരും വാല്യൂ ഓഫ് പുട്ട്? ഈ ഇക്വേഷൻ വെച്ചിട്ട് വാല്യൂ ഓഫ് പുട്ട് കണ്ടുപിടിക്കണം. ഒന്ന് ചെയ്യൂ, പുട്ട് കോൾ പാരിറ്റി തിയറി വെച്ചിട്ട്.
12.77 അല്ലേ? 12.77. ഓക്കെ, കറക്റ്റ്. നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഓപ്ഷൻ ആൻഡ് വാട്ട് ഈസ് ദ എക്സ്പെക്റ്റഡ് പ്രൈസ്? നമുക്ക് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് ഓപ്ഷൻ ആഫ്റ്റർ 3 മന്ത് ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അറ്റ് ദ എൻഡ് ഓഫ് 3 മന്ത്, 3 മാസം കഴിഞ്ഞിട്ടുള്ള എക്സ്പെക്റ്റഡ് പ്രൈസുകൾ എത്രയായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ 3 മാസം കഴിഞ്ഞിട്ടുള്ള എക്സ്പെക്റ്റഡ് പ്രൈസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? എക്സ്പെക്റ്റഡ് പ്രൈസ് ആദ്യം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എക്സ്പെക്റ്റഡ് പ്രൈസ് ഈക്വൽ ടു, സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 600 ആകാനും 480 ആവാനുള്ള ചാൻസ് ഉണ്ട്. അതിന്റെ പ്രോബബിലിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലെ, 60ഉം 40ഉം. സോ അപ്പൊ 600 ആകാനുള്ള പ്രോബബിലിറ്റി 0.6 ആണ്, പ്ലസ് എന്താ പറയാ 480 ആകാനുള്ള പ്രോബബിലിറ്റി 0.4 ആണ്. ഓക്കെ, സോ ടോട്ടൽ 360 പ്ലസ് 192. സോ 552 ആണ് എന്ത്? എക്സ്പെക്റ്റഡ് പ്രൈസ് കേട്ടോ. സോ ഇനി എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് ഓപ്ഷൻ, എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് ഓപ്ഷൻ അറ്റ് ദ എൻഡ് ഓഫ് 3 മന്ത്. ഓക്കെ, 3 മാസം കഴിഞ്ഞിട്ടുള്ള എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് ഓപ്ഷൻ എത്ര എന്നുള്ളതാണ് ചോദിക്കുന്നത്. എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് ഓപ്ഷൻ എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 600 ആയി കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന ഇൻട്രൻസിക് വാല്യൂ എത്രയായിരിക്കും? 600 മൈനസ് 510. സോ ഇവർക്ക് കിട്ടുന്നത് 90 ആയിരിക്കും ഇൻട്രൻസിക് വാല്യൂ. സോ അതിന് ചാൻസ് 0.6 ആണ്, മറ്റേതിന് ചാൻസ് 0.4 ആണ്. സോ 90 ഇൻറ്റു 0.6, സോ 54 ആണ് ആൻസർ കേട്ടോ. 54 ആണ് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് ഓപ്ഷൻ അറ്റ് ദി എൻഡ് ഓഫ് 3 മന്ത്. സോ ഇതാണ് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് ഏതാ ചെയ്യാം? സോ നെക്സ്റ്റ് നമുക്ക് 2 സ്റ്റെപ്പ് ബൈനോമിയൽ മോഡൽ ഒന്ന് ചെയ്യാം കേട്ടോ. സ്ക്രീന് പോയോ?